ഉദ്ദാമ താമസ പദാർത്ഥ വിധാന ദൂന തേനേ ത്വദീയ ചരണസ്മരണം വിശുദ്ധ്യൈ. അങ്ങയുടെ ആ പാദസ്മരണം തൻ്റെ ആ സൃഷ്ടിയിൽ വിശുദ്ധിക്ക് വേണ്ടി, നല്ല പദാർത്ഥങ്ങളെയൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടി അങ്ങയുടെ ത്വദീയ പാദചരണ സ്മരണം തേനേ. അർത്ഥം മനസ്സിലായില്ലേ? അതായത് സൃഷ്ടി തുടങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് കൊള്ളരുതാത്ത വസ്തുക്കളൊക്കെ ജനിച്ചുപോയി. അതിൽ പശ്ചാത്തപിച്ചിട്ട് ബ്രഹ്മാവ് ഭഗവാന്റെ പാദസ്മരണം നടത്തി എന്നാണ് അതിൻ്റെ സാമാന്യമായ അർത്ഥം. മിഥ്യാഗ്രഹസ്മിമതിരാഗവികോപഭീതിരജ്ഞാനവൃത്തിമിതി പഞ്ചവിധാംസ സൃഷ്ട. പഞ്ചവിധം എന്ന് വെച്ചാൽ 5 തരത്തിലുള്ള, ഈ പറഞ്ഞ 5 അജ്ഞാനവൃത്തികൾ 5 പറയുന്നത്. മിഥ്യാഗ്രഹം, അസ്മിമതി, രാഗം, വികോപം, ഭീതി. അർത്ഥം നമുക്കറിയാമല്ലോ. ഈ കാണുന്നതൊക്കെ സത്യമാണ്, പ്രപഞ്ചം സത്യമാണെന്ന് വിചാരിക്കുന്ന മിഥ്യാഗ്രഹം, പിന്നെ അതുപോലെ അസ്മിമതി ഞാനെന്ന ഭാവം, പിന്നെ വികോപം നമുക്ക് ഇഷ്ടമുള്ളതിനോടെല്ലാം ദേഷ്യം, ഭീതി ഭയം, പിന്നെ രാഗം. ചിലതിനോടൊക്കെ രാഗവും വരും. സ്വന്തമാക്കാനുള്ള ആഗ്രഹമാണ് രാഗം, നമുക്ക് താല്പര്യമുള്ള വസ്തുക്കളെയൊക്കെ. അങ്ങനെയുള്ള ഈ അജ്ഞാനവൃത്തികളാണ് 5. അതാണ് പഞ്ചവിധം എന്ന് പറയുന്നത്. 5 തരത്തിലുള്ള. മിഥ്യാഗ്രഹസ്മിമതിരാഗവികോപഭീതിരജ്ഞാനവൃത്തിമിതി പഞ്ചവിധാംസ സൃഷ്ട്വ ഉദ്ദാമതാമസ പദാർത്ഥ വിധാനദൂന തേനേ ത്വദീയ ചരണസ്മരണം വിശുദ്ധ്യൈ. സ്മരണം തേനേ നിർത്തോണം. ആ സ്മരണം നടത്തി ബ്രഹ്മാവ്. അതാണ് എന്തിനു വേണ്ടി? വിശുദ്ധിക്ക് വേണ്ടി. ഇതാണ് 2ാമത്തെ ശ്ലോകം. 3ാമത്തെ ശ്ലോകം. താവത്സസർഗ്യ മനസാസനകം സനന്ദം ഭൂയഃ സനാഥനമുനിം ച സനൽകുമാരം തേ സൃഷ്ടികർമ്മണിതു തേന നിയുജ്യമാന ത്വൽപാദഭക്തിരസിക ജഗൃഹൃർണവാണിം. താവത്സസർഗ്യ മനസാസനകം സനന്ദം ഭൂയഃ സനാഥനമുനിം ച സനൽകുമാരം. 4 പേരെ സൃഷ്ടിക്കുകയാണ്. ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരെന്നറിയപ്പെടുന്ന നൈഷ്ഠിക ബ്രഹ്മചാരികളാണ് ഈ സനകാദികൾ എന്നാണ് അവരറിയപ്പെടുന്നത്. അവരുടെ പേര് പറയുകയാണ്. താവൽ ഭഗവാന്റെ ആ പാദസ്മരണം നടത്തിയപ്പോഴത്തേക്ക് ആ സൃഷ്ടിയുടെ രീതികളൊക്കെ മാറി. എന്താണ് താവൽ? അപ്പോൾ സസർജ മനസ, തൻ്റെ മനസ്സുകൊണ്ടാണ്, ബ്രഹ്മാവിന്റെ ഓരോ ഭാഗങ്ങളിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നതേ. അതാണ് മനസ്സിൽ നിന്നാണ് സനകം, സനന്ദം, പിന്നെ ആരാണ്? സനാതനമുനി, സനൽകുമാരം. ഈ 4 പേരെയും, പൂയ എന്ന് വെച്ചാൽ വീണ്ടും എന്നുള്ള അർത്ഥത്തിൽ, ഈ 4 പേരെയും ബ്രഹ്മാവിന്റെ ഓർഡർ അനുസരിച്ച് സനകം, സനന്ദ, അതാണ് സനകാദികൾ എന്ന് പറയുന്നത്. ആദ്യം സനകൻ, സനകം, സനന്ദം, ഭൂയ, പിന്നീട് സനാതനമുനിയും സനൽകുമാരം. ഇതാണ് 4 പേരുടെയും പേര് ഓർക്കണം. നമ്മൾ സനകാദികൾ എന്നൊക്കെ ഇനി പറയും. ഇപ്പോഴത്തേക്ക് ഈ 4 പേരാണ് ഓർമ്മ വരേണ്ടത്. ഏതൊക്കെയാണ്? സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ. ഈ 4 പേരെയും ബ്രഹ്മാവ് തൻ്റെ മനസ്സിൽ നിന്ന് സൃഷ്ടിച്ചുകൊണ്ട് മാനസപുത്രന്മാരെന്നാണ് പറയുന്നത് ഇവരെ ബ്രഹ്മാവിന്റെ. തേ സൃഷ്ടികർമ്മണിതു തേന നിയുജ്യമാന. തേ സൃഷ്ടികർമ്മണിതു തേന നിയുജ്യമാന. നിയുജ്യമാന എന്ന് വെച്ചാൽ നിയോഗിക്കപ്പെട്ടു. ആര്? ഇവരെയെല്ലാം ബ്രഹ്മാവ് എന്ത് ചെയ്തു? സൃഷ്ടികർമ്മം, ബ്രഹ്മാവിന്റെ പ്രവൃത്തി എന്ന് വെച്ചാൽ സൃഷ്ടിയല്ലേ, ആ സൃഷ്ടികർമ്മത്തിന് വേണ്ടി ഇവരെ പ്രലോഭിപ്പിക്കാൻ തുടങ്ങി. ആജ്ഞാപിച്ചു അവരെടുക്കുക, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് ഇനിയും നിങ്ങളും സൃഷ്ടി നടത്താൻ, പ്രജാസൃഷ്ടി നടത്താൻ വേണ്ടിയാണ്. അതാണ് തേ, അവർ സൃഷ്ടികർമ്മണി, ആ സൃഷ്ടികർമ്മത്തിൽ തേന, തേനെന്ന് വെച്ചാൽ അവനാൽ, ബ്രഹ്മാവിനാൽ നിയുജ്യമാനൻ എന്ന് വെച്ചാൽ നിയോഗിക്കപ്പെട്ടവരായിട്ട് മാറി ഇവര്. ഈ സനകാദികളുടെ ബ്രഹ്മാവ് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് സൃഷ്ടി തുടങ്ങാം. അപ്പോഴത്തേക്ക് പാദഭക്തരസിക ജഗൃഹൃർണവാണി. വാണി എന്ന് വെച്ചാൽ വാക്ക്, വാക്കിനെ ജഗൃഹുർ എന്ന് വെച്ചാൽ കേട്ടില്ല. ആ ബ്രഹ്മാവ് ഇത് പറഞ്ഞിട്ടും അവരത് അനുസരിച്ചില്ല, ആ വാക്ക് ശ്രദ്ധിച്ചില്ല. കാരണം എന്താണ്? പാദഭക്തരസിക, അവർക്കെന്താണ്? ഭഗവാന്റെ പാദസ്മരണം മാത്രം മതി. അങ്ങനെ അവർ ആനന്ദത്തിൽ ഇരിക്കുമ്പോൾ, സദാസമയവും ഭഗവത് സ്മരണയിലിരിക്കുന്ന ഒരാൾക്ക് പിന്നെ മറ്റു പ്രവൃത്തിയൊന്നും വേണ്ടല്ലോ. ആ ഒരു രീതി വരുമ്പോഴാണ് കർമ്മം എല്ലാം തീരുന്നത്. അതാണ് നൈഷ്കർമ്മ്യ സിദ്ധി എന്ന് വേദാന്തത്തിൽ പറയുന്നത്. നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേനധിഗച്ഛതി എന്ന് ഭഗവത്ഗീത അവസാനം പറയും.
ഈ നൈഷ്കർമ്മ്യ സിദ്ധി, അതായത് കർമ്മബന്ധങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ സന്യാസേന തികച്ചതി. കാമ്യകർമ്മങ്ങളെല്ലാം ത്യജിക്കുമ്പോഴേ അത് ഉണ്ടാവുകയുള്ളൂ. എന്നിട്ട് ഇവിടെ ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യാനായിട്ട് ഇവരുടെയൊക്കെ പറയുമ്പോഴത്തേക്ക് അവര് ആ ഒരു ആനന്ദമായിരിക്കുന്ന ഭഗവത് സ്മരണയിൽ ഇരിക്കുകയാണ്. അതാണ് ഇവിടെ പാദഭക്തി രസിക, അങ്ങയുടെ പാദത്തിലുള്ള ഭക്തിയിൽ രസിച്ചിരിക്കുന്നവരായോണ്ട് അവർക്ക് ബ്രഹ്മാവിന്റെ ഈ നിർദ്ദേശം സ്വീകരിക്കാൻ തോന്നിയില്ല. സൃഷ്ടി ഒക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ, സൃഷ്ടി ചെയ്യണമെങ്കിൽ എൻ്റെ പ്രവൃത്തി വേണം, അതിനനുസരിച്ചുള്ള പല കാര്യങ്ങളും ഒക്കെ വേണ്ടേ. ഭഗവത് സ്മരണ നിരന്തരം നിലനിന്നാൽ പിന്നെ എന്തിനാ സൃഷ്ടിക്കാൻ പോണത്? അതാണ് സനകാദികളുടെ പ്രത്യേകത. ബ്രഹ്മാവ് പറഞ്ഞിട്ട് പോലും ന ജഗൃഹിർ എന്ന് വെച്ചാൽ കേട്ടില്ല. ബ്രഹ്മാവിന്റെ വാക്ക്, വാണി എന്ന് വെച്ചാൽ വാക്ക്, ബ്രഹ്മാവിന്റെ വാക്കനുസരിക്കാൻ അവർ തയ്യാറായില്ല. അതിന്റെ കാരണം എന്താണ്? അനുസരണക്കേടല്ല, ഭഗവാന്റെ ആ പാദസ്മരണം നിരന്തരമായി നിൽക്കുന്നത് കൊണ്ട് അവർക്ക് വേറെ ഒന്നിലും താല്പര്യം ഉണ്ടായില്ല. അല്ലെ, ഭക്തന്മാരെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അവർ വേറെ ഒന്നിലും താല്പര്യമില്ല. അവരെപ്പോഴും ഇങ്ങനെ ഗുരുവായൂർ ഇറങ്ങിയൊക്കെ നടക്കും, അവർക്ക് വേറെ ഒന്നിനും ഒരു താല്പര്യവും. സർവ്വസമയവും വിഷ്ണു സഹസ്രനാമവും ഒക്കെ ചൊല്ലി ചൊല്ലി അവർക്ക് നടക്കുന്നതാണ് അവർക്ക് ഏറ്റവും രസം. അതാണ് ഈ സനകാദികളുടെ പ്രത്യേകത. താവത്സസർഗ്യ മനസാസനകം സനന്തം ഭൂയ സനാഥനമുനിം ച സനൽകുമാരം തേ സൃഷ്ടികർമ്മണിതു തേന നിയുജ്യമാന. തേനെന്ന് വെച്ചാൽ ബ്രഹ്മാവിനാൽ, അവനാൽ, അദ്ദേഹത്തിനാൽ നിയുജ്യമാന, നിയോജിക്കപ്പെട്ടവരായിട്ട്. പക്ഷേ ത്വത്പാദ ഭക്തി രസിക, വാക്കുണ്ടോ, ത്വൽപാദ ഭക്തി, ആ പാദത്തിലുള്ള ഭക്തിയിൽ രസിക്കുന്നവരായിട്ട് ജഗർഹിർന വാണിയും, ബ്രഹ്മാവിന്റെ വാണിയെ അവര് ശ്രദ്ധിച്ചില്ലെന്ന് പറയാണ്. ജഗർഹിർ ന ജഗർഹിർ. താവത്സസർജ മനസാസനകം സനന്തം ഭൂയ സനാഥനമുനിം ച സനൽകുമാരം തേ സൃഷ്ടികർമ്മണിതു തേന നിയുജ്യമാന ത്വത്പാദഭക്തരസിക ജഗർഹിർന വാണിം. അത് മനസ്സിലായല്ലോ? ഇതിന്റെ ഒക്കെ കുറിച്ച് വെച്ചേക്കണേ, സംശയങ്ങളൊക്കെ ഉണ്ടാവുന്നതാണെങ്കിൽ നമുക്ക് അവസാനം അതൊക്കെ തീർക്കാം. 4-ാമത്തെ ശ്ലോകം. താവൽ പ്രകോപമുദിതം പ്രതിരുന്ധദോസ്യ ഭ്രൂമധ്യദോ ജനിമൃഢോ ഭവദേകദേശ നാമാനി മേ ഗുരുപദാനി ജഹാവിരിഞ്ചേത്യാദൗ രുരോദകില തേന സരുദ്രനാമാ. താവൽ പ്രകോപമുദിതം പ്രതിരുന്ധദോസ്യ ഭ്രൂമധ്യദോ ജനി മൃഢോ ഭവദേകദേശ. ആ വിവരം വിട്ടു, സനകാദികളെ കൊണ്ട് രക്ഷയില്ലെന്ന് ബ്രഹ്മാവിന് മനസ്സിലായി. താവൽ, അപ്പോൾ, പ്രകോപമുദിതം പ്രതിരുന്ധദോസ്യ, അന്നേരം ബ്രഹ്മാവിന്റെ ഉള്ളിൽ ദേഷ്യം വന്നു എന്നാണ് പറയുന്നത്. കാരണം ബ്രഹ്മാവിനെ സൃഷ്ടി ചെയ്യണം, മക്കളെ ഉണ്ടാക്കിയിരിക്കുന്നത് വീണ്ടും അവർ സൃഷ്ടി ചെയ്യാൻ വേണ്ടിയാണ്. അവരിനി മക്കൾ വേണ്ടാന്ന് വിചാരിച്ചാൽ ശരിയാവില്ലല്ലോ. അതാണ് താവത് പ്രകോപം ഉദിതം പ്രകോപം, അപ്പോൾ ഉണ്ടായ പ്രകോപം, ദേഷ്യം ബ്രഹ്മാവിന്റെ. പ്രതിരുന്ധദോസ്യ, അത് ബ്രഹ്മാവ് അടക്കാൻ നോക്കി. കാരണം ഇവരുടെ ഈ അനുസരണക്കേടല്ലല്ലോ, ഇവരിങ്ങനെ സൃഷ്ടികർമ്മത്തിൽ മുതിരാതിരിക്കുന്നത് അവർക്ക് ഭഗവത് പാദത്തിലുള്ള രസം കൊണ്ടാണെന്ന് ബ്രഹ്മാവിന് അറിയാം. എന്നാലും പെട്ടെന്ന് തൻ്റെ ആ ഒരു ഉദ്ദേശത്തിനൊരു വിഘാതം വന്നപ്പോൾ ബ്രഹ്മാവ് എന്ത് ചെയ്തു? കോപം ഉണ്ടായി ബ്രഹ്മാവിന്. പ്രതിരുന്ധതം, ആ കോപം പുറത്ത് കാണിച്ചില്ല. കാരണം കോപം പുറത്ത് വെച്ച് ഇവരെ എന്തെങ്കിലും ചെയ്യാനുണ്ടേ, അതൊന്നും ചെയ്തില്ല. തടയപ്പെട്ടത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ അത് ഒതുക്കി ആ കോപം. എന്നാലും ബ്രഹ്മാവിന് കോപം വന്നു എന്ന് പറയുക. താവൽ പ്രകോപമുദിതം പ്രതിരുന്ധത, പ്രതി എന്ന് വെച്ചാൽ തടയുന്ന, ഒതുക്കിയ. തൻ്റെ ഉള്ളിൽ ദേഷ്യം വരുമ്പോൾ ഒക്കെ നമ്മൾ ഒതുക്കത്തില്ലേ ദേഷ്യം? അങ്ങനെ ഒഴുക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. അതാണ് ഇവിടെ ബ്രഹ്മാവിന് സംഭവിച്ചത്. താവൽ പ്രകോപമുദിതം പ്രതിരുന്ധതോ അസ്യ പ്രതിരുന്ധത അസ്യ ഭ്രൂമധ്യത അജനീ. അന്നേരം ഈ ഉള്ളിലിരിക്കുന്ന ദേഷ്യം എവിടോട്ടെങ്കിലും പൊട്ടി അഗ്നിപർവ്വതം പോലെ പൊട്ടി പുറത്തു വരണ്ടേ? അത് ഭ്രൂമധ്യത, ബ്രഹ്മാവിന്റെ ഭ്രൂവിന്റെ മധ്യം, ഭ്രൂ എന്ന് വെച്ചാൽ പുരിയക്കൊടികളുടെ മധ്യത്തിൽ നിന്ന് അത് പുറത്ത് ചാടി. അജനി ആരാണ്? മൃഢോ, മൃഡൻ. അങ്ങനെയാണ് മൃഡൻ ഉണ്ടായത്. മൃഡൻ എന്ന് വെച്ചാൽ ശിവൻ, ശിവന്റെ ഒരു ഉത്ഭവം പറയുകയാണേ. അതാണ് ഭ്രൂമധ്യതോ ജനി മൃഢോ ഭവദേകദേശ. ഭവദേകദേശ, ഏകദേശം എന്ന് വെച്ചാൽ അവതാരം, അംശം, ഭഗവാന്റെ തന്നെ ഒരു അംശം, ഗുരുവായൂരപ്പന്റെ തന്നെ ഒരു അംശമായ മൃഡൻ ഈ ബ്രഹ്മാവിന്റെ ഭ്രൂമധ്യത്തിൽ നിന്ന് ജനിച്ചു എന്ന് പറയുകയാണ്. അതെങ്ങനെ ജനിച്ചത്? ഈ സനകാദികൾ തന്റെ ആജ്ഞ ലംഘിച്ചപ്പോൾ തന്നിലുണ്ടായ കോപം അടക്കാൻ ബ്രഹ്മാവ് ശ്രമിച്ചു. പക്ഷെ അത് പുറത്തു വന്നത് മൃഡനായിട്ടാണ്. അതാണ് താവൽ പ്രകോപമുദിതം പ്രതിരുന്ധദോസ്യ അസ്യ, അവന്റെ, അസ്യ ഭ്രൂമധ്യത എന്നുവെച്ചാൽ ഭ്രൂവിന്റെ മധ്യം,
തൻ്റെ പുരിയക്കൊടികളുടെ മധ്യത്തിൽ നിന്ന് അജനി മൃഡൻ ജനിച്ചു. ഭവദേകദേശ, അത് അങ്ങയുടെ ഒരു അംശാവതാരം തന്നെയാണ്. ഭഗവാന്റെ ഏകദേശം, ഗുരുവായൂരപ്പന്റെ അംശമായ ഏകദേശം എന്ന് വെച്ചാൽ പൂർണ്ണമല്ല, അതിന്റെ ഒരു അംശാവതാരം എന്ന് പറയുകയാണ്. ഭവദേകദേശ, ഇതുകൊണ്ട് ജനിച്ചു വന്നപ്പോഴേ ജനിച്ച മൃഡൻ എന്താണ്? നാമാനിമേ ഗുരുപദാനി ജഹാവിരിഞ്ചേ. ഇയാൾ ഉടനെ തന്നെ പറയാണ്, നാമാനിമേ ഗുരു, അതുപോലെ തന്നെ പദാനിജ, എനിക്ക് പേരുകളും എനിക്കുള്ള ആ വാസസ്ഥലവും തരിക. ഈ മൃഡൻ പറയാണ്, ഇതാണ് നാമാനിമേ ഗുരു, എനിക്ക് പേര് തരിക, എനിക്ക് താമസിക്കാൻ സ്ഥലം തരിക. പദാനിജ ഹാ വിരിഞ്ചേ, അല്ലയോ സൃഷ്ടാവേ, എനിക്ക് താമസിക്കാനുള്ള സ്ഥലവും തരണം, എനിക്ക് പേരും തരണം. ഇതി വിരിഞ്ചേ ഇതി ആദവും, തുടക്കത്തിൽ തന്നെ അങ്ങോട്ട് ആജ്ഞാപിക്കുക ബ്രഹ്മാവിനോട് ഈ മൃഡൻ. രുരോധകില, അങ്ങനെ നിലവിളിച്ചു എന്ന് പറയുകയാണ്, എനിക്ക് നാമവും സ്ഥലവും തരിക എന്ന് പറഞ്ഞ്. രുരോധ എന്ന് വെച്ചാൽ നിലവിളിച്ചു എന്നാ, കരഞ്ഞു. അതുകൊണ്ട് തേനസ രുദ്രനാമ, ആ രുദ്രനാമൻ എന്നുള്ള പേര് ഈ മൃഡന് കിട്ടി എന്ന് പറയാണ്. രോദനം ചെയ്തത് കൊണ്ടാണ് രുദ്രൻ. അങ്ങനെ ബ്രഹ്മാവിന്റെ ആ ഭ്രൂമധ്യത്തിൽ നിന്നും മൃഡനായ രുദ്രൻ ജനിച്ചു എന്ന് പറയുകയാണ്. ഭവത് ഏകദേശ എന്ന് വെച്ചാൽ അങ്ങയുടെ ഒരു അംശമായ തന്നെ മൃഡൻ ബ്രഹ്മാവിന്റെ ഭ്രൂമധ്യത്തിൽ നിന്ന് ഉണ്ടായി. താവൽ പ്രകോപമുദിതം പ്രതിരുന്ധദോസ്യ ഭ്രൂമധ്യതോ ജനി ദൃഢോ ഭവദേകദേശ നാമാനി മേ കുരു. കുരു എന്ന് വെച്ചാൽ ചെയ്യുക, പദാനി, നാമം എനിക്ക് തരിക, അതുപോലെ തന്നെ പദാനി, വാസസ്ഥലങ്ങളും തരിക. ഹാ വിരിഞ്ച, അല്ലയോ സൃഷ്ടാവേ. ഇത് ആദവും, തുടക്കത്തിൽ തന്നെ ഇപ്രകാരം. തേനസ രുദ്രനാമ, അങ്ങനെ രുരോധ നിലവിളിച്ചു, തുടക്കത്തിൽ തന്നെ രുരോധ. തേന എന്ന് വെച്ചാൽ അക്കാരണത്താൽ, രുദ്രനാമ സ, അവൻ രുദ്രനാമനായി, രുദ്രൻ എന്ന പേരുള്ളവനായി. ഇതാണ് ആ രുദ്രന്റെ ഉൽപ്പത്തിയെ പറ്റി ഇതിൽ 4-ാം ശ്ലോകത്തിൽ പറയുന്നത്. താവൽ പ്രകോപമുദിതം പ്രതിരുന്ധദോസ്യ ഭ്രൂമധ്യതോ ജനി മൃഡോ ഭവദേകദേശ നാമാനി മേ ഗുരുപദാനി ജഹാവിരിഞ്ചേത്യാദൗരുരോധകില തേനസ രുദ്രനാമ. തേനസ സ, അവൻ, അതുകൊണ്ട് രുദ്രനാമനായി മാറി, രുദ്രൻ എന്ന പേരുള്ളവനായി മാറി. ഇതാണ് 4-ാമത്തെ ശ്ലോകം. 5-ാമത്തെ ശ്ലോകം. ഏകാദശക്വയതയാച വിഭിന്ന രൂപം രുദ്രം വിധായ ദൈതാവലിതാശ്ച ദത്വാ താവന്ത്യതത്തജ പദാനി ഭവത്പ്രണുന്ന ആഹ പ്രജാവിരചനായ സാദരം തം. ഏകാദശക്വയതയാച വിഭിന്ന രൂപം രുദ്രം വിധായ ദൈതാ വനിതാശ്ച ദത്വാ. ബ്രഹ്മാവ് എന്ത് ചെയ്തു? ഏകാദശാഹ്വയതയാ, ഏകാദശം എന്ന് വെച്ചാൽ 11, ആഹ്വയം എന്ന് വെച്ചാൽ പേര്, 11 പേരുകൾ കൊടുത്തു. രുദ്രൻ ഒരാളല്ല, വിഭിന്ന രൂപം, അങ്ങനെ വ്യത്യസ്തമായ രൂപം, ഓരോ രൂപങ്ങളും 11 രുദ്രന്മാരുണ്ട്. അവരുടെ പേരുകളൊക്കെ ഭാഗവത്തിൽ പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ഓർക്കണ്ട. വിഭിന്ന നാമങ്ങളെന്ന് പറഞ്ഞാൽ മതി. വിഭിന്ന രൂപമുള്ള ആ രുദ്രന്മാർക്ക് 11 പേരുകളും ബ്രഹ്മാവ് കൊടുത്തു എന്ന് പറയുകയാണ്. അതാണ് ഏകാദശാഹ്വയത. ആഹ്വയം എന്ന് വെച്ചാൽ നാമം, ഏകാദശം 11 നാമങ്ങളോടുകൂടി പ്രത്യേകം രൂപമുള്ളവരായി മാറി. ആര്? ഈ മൃഡൻ. രുദ്രം വിധായ, എന്നിട്ട് ആക്കിയിട്ട് എന്ത് ചെയ്തു? ഈ 11 പേരും കൊടുത്തു, 11 രൂപങ്ങളും ആക്കിയിട്ട്, വിധായ ആക്കിയിട്ട്, ദൈതാ വനിതാശ്ച ദത്വ, ദൈത പ്രിയതമകളായിരിക്കുന്ന ആ വനിതകൾ, ഭാര്യമാരെയും കൊടുത്തിട്ട് ബ്രഹ്മാവ് തൻ്റെ ഈ മൃഡന് 11 രൂപവും കൊടുത്തു, 11 പേരുകളും കൊടുത്തു. അതിനനുസൃതമായവർക്ക് പ്രിയപ്പെട്ട 11 ഭാര്യമാരെയും കൊടുത്തു ബ്രഹ്മാവ്. ഏകാദശക്വയതയാജ വിഭിന്ന രൂപം രുദ്രം വിധായ ദൈതാ വനിതാശ്ച ദത്വ. ദൈത എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവർ. ദൈത വനിതാശ്ച ദത്വ, വനിത ഇവിടെ ഭാര്യമാർ, സ്ത്രീകളെന്ന് ഉദ്ദേശിച്ചും ഭാര്യമാരെയും കൊടുത്തു. ദത്വ കൊടുത്തിട്ട് താവന്ത്യതത്യജ പദാനി. പദവും ചോദിച്ചല്ലോ, ഇവർക്ക് എവിടെയെങ്കിലും പോയി താമസിക്കണ്ടേ, എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കഴിയാൻ പറ്റില്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ പദവും ബ്രഹ്മാവ് കൊടുത്തു. നിങ്ങളിവിടെ പോയി ഈ സൃഷ്ടി പ്രക്രിയയിൽ ഏർപ്പെട്ടോ എന്ന് പറഞ്ഞു. അതാണ് താവന്തി. അപ്പോൾ തന്നെ അതത്ത് എന്ന് വെച്ചാൽ കൊടുത്തു. താവന്ത്യ അതത്തജ പദാനി,
പദങ്ങളും കൊടുത്തു. രുദ്രൻ നിലവിളിച്ചതല്ലേ രോധ, എന്താണ് എനിക്ക് നാമവും പദങ്ങളും തരാൻ പറഞ്ഞത്, എല്ലാം കൊടുത്തു ബ്രഹ്മാവ്. താപന്ത്യദത്യജ പദാനി ഭവത് പ്രണുന്ന. ബ്രഹ്മാവ് ഇതൊക്കെ ചെയ്യുന്നത് തന്റെ ഇഷ്ടപ്രകാരമല്ല, ഗുരുവായൂരപ്പന്റെ ഇഷ്ടപ്രകാരം. സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ എന്ന് പട്ടതിരി എപ്പോഴും പറയുമല്ലോ. അതുപോലെയാണ് ഭവത് പ്രണുന്ന, അങ്ങയുടെ ആ പ്രേരണ കൊണ്ട് ഈ ബ്രഹ്മാവ് ചെയ്തത്. അതുകൊണ്ടാണ് ഭഗവാന്റെ തന്നെ പ്രേരണ അനുസരിച്ച് താവന്ത്യ അതത്തജ പദാനി ഭവത് പ്രണുന്ന പ്രാഹ പ്രജാവിരചനായ സാദരം തം. അവനോട്, ഈ രുദ്രനോട് പ്രാഹ പറഞ്ഞു. എന്താണ്? പ്രജാവിരചനായ, നിങ്ങൾ സൃഷ്ടി നടത്തണം, പ്രജകളെ സൃഷ്ടിക്കണം എന്നാണ് ഈ രുദ്രനോട് ബ്രഹ്മാവ് പറഞ്ഞത്. പ്രജാവിരചനായ സാദരം അരുളി ചെയ്തു എന്ന് പറയുകയാണ്. ബ്രഹ്മാവ് തൻ്റെ മക്കളല്ല, തൻ്റെ ഭ്രൂമത്യത്തിൽ നിന്ന് വന്ന മൃഡനോട് ഇപ്രകാരം പറഞ്ഞു, പ്രജാവിരചനായ, പ്രജകളെ സൃഷ്ടിച്ചുകൊള്ളൂ എന്ന് പ്രാഹ പറഞ്ഞു. മനസ്സിലായല്ലോ രുദ്രന്റെ ആ ഒരു അവതാരം. ഏകാദശക്വയതയാജ വിഭിന്ന രൂപം രുദ്രം വിധായ ദൈധാത് വനിതാശ്ച ദത്വ. വനിതാശ്ച, ചായാണ് എന്നുള്ളതാണ്. വനിതാശ്ച ദത്വ കൊടുത്തിട്ട് താവന്തി അതത്തെ നിർത്തോണം. താവന്തി അതത്ത ച പദാനി, എന്നുള്ള അർത്ഥത്തിൽ പറയാണ്. ആൻഡ് താവന്തി അതത്തജ പദാനി ഭവത് പ്രണുന്ന പ്രാഹ. പ്രാഹ എന്ന് വെച്ചാൽ പറഞ്ഞു. എന്താണ്? പ്രജാവിരചനായ, പ്രജകളെ സൃഷ്ടിച്ചാലും എന്ന് അരുളി ചെയ്തു എന്ന് പറയുകയാണ് ബ്രഹ്മാവ് ഈ രുദ്രന്റെ അടുക്ക. അതാണ് 5-ാമത്തെ ശ്ലോകം. ഏകാദശാക്വയതയാജ വിഭിന്ന രൂപം രുദ്രം വിധായ ദൈതാ പരിതാശ്ച ദത്വ താവന്ത്യ അതത്തജ പദാനി ഭവത് പ്രണുന്ന പ്രാഹ പ്രജാവിരചനായ സാദരം തം. വളരെ സാദരം എന്ന് പറയുമ്പോൾ അരുളി ചെയ്തു എന്നുള്ള അർത്ഥത്തിലല്ല, വളരെ ബഹുമാനത്തോടുകൂടി പറഞ്ഞതൊന്നും വേണ്ട, കാരണം ബ്രഹ്മാവ് സൃഷ്ടാവാണല്ലോ. സാദരം തം, ആ രുദ്രനോട് ഇപ്രകാരം ആജ്ഞാപിച്ചു. അതാണ് 5-ാമത്തെ ശ്ലോകം. രുദ്രന്റെ അവതാരം പറഞ്ഞു എന്നേ ഉള്ളൂ. ഏകാദശാക്വയതയാജ വിഭിന്ന രൂപം രുദ്രം വിധായ ദൈധാവനിതാശ്ച ദത്വ താവന്ത്യദത്യജ പദാനി ഭവത് പ്രണുന്ന പ്രാഹ പ്രജാവിരചനായ സാദരം തം. 6-ാമത്തെ ശ്ലോകം. ഉടനെ തന്നെ എന്ത് സംഭവിച്ചു? ബ്രഹ്മാവ് പറഞ്ഞിരിക്കുകയല്ലേ സൃഷ്ടി ചെയ്തോളാൻ. രുദ്രൻ അതുപോലെ തന്നെ പ്രവർത്തി തുടങ്ങുകയാണ്. രുദ്രാഭിസൃഷ്ടഭയദാകൃതി രുദ്രസംഘ സംഭൂര്യമാണ ഭുവനത്രയ ഭീതചേത മാമാ പ്രജാസൃജ തപശ്ചരമംഗളായേതി അജഷ്ടതം കമലഭൂർ ഭവദീരിതാത്മാ ഭവദീരിതാത്മാ. രുദ്രാഭിസൃഷ്ടഭയദാകൃതി രുദ്രസംഘ സംഭൂര്യമാണ ഭുവനത്രയ ഭീതചേത മാമാ പ്രജാസൃജ തപശ്ചരമംഗളായേത്യജഷ്ടതം കമലഭൂർ ഭവദീരിതാത്മാ. രുദ്രാഭിസൃഷ്ട, അതായത് രുദ്രൻ സൃഷ്ടിച്ച. രുദ്രാഭിസൃഷ്ട, അദ്ദേഹം സൃഷ്ടിക്കാൻ തുടങ്ങിയല്ലോ. അന്നേരം ആ സൃഷ്ടിയെ പറ്റി പറയാണ്. എന്താണ് രുദ്രൻ ചെയ്ത സൃഷ്ടി എന്ന് പറയുക? രുദ്രാഭിസൃഷ്ട ഭയദാകൃതി രുദ്രസംഘ. ആ രുദ്രന്റെ ആ സ്വഭാവമുള്ളവരെ തന്നെ രുദ്രൻ സൃഷ്ടിക്കാൻ തുടങ്ങി. അതാണ് രുദ്രാഭിസൃഷ്ട ഭയദാകൃതി, ഭയപ്പെടുന്ന ആകൃതിയോട്. രുദ്രന്റെ ഒരു സ്വഭാവം നേരത്തെ പറഞ്ഞല്ലോ. എനിക്ക് ഉടനെ തന്നെ പേരും ഒക്കെ തരണമെന്നും പറഞ്ഞ് ബ്രഹ്മാവിനോട് പറഞ്ഞ ആളാണല്ലോ. അതുപോലെ ഭയങ്കരമായ ആകൃതിയോടുകൂടിയുള്ള ജീവികളെയാണ് ആര് സൃഷ്ടിച്ചത്? ഈ രുദ്രൻ. അതാണ് രുദ്രാഭിസൃഷ്ട ഭയദാകൃതി, ഭയം ജനിപ്പിക്കുന്ന, ഭയദം എന്ന് പറഞ്ഞാൽ ഭയം ഉണ്ടാക്കുന്ന ആകൃതിയുള്ള രുദ്രസംഘം. ആ സൃഷ്ടി ചെയ്തവരാണ് ഈ രുദ്രസംഘങ്ങൾ. ആ രുദ്രനാൽ സൃഷ്ടിക്കപ്പെട്ട സംഘം സംഭൂര്യമാണ ഭുവനത്രയം. കാരണം 11 ഭാര്യമാരെ കിട്ടിയല്ലോ. അതുകൊണ്ട് ആ സൃഷ്ടി കൊണ്ട് ഈ ഭുവനത്രയം മൊത്തം ഈ ഭയദാകൃതിയുള്ള രുദ്രസംഘത്തെ കൊണ്ടങ്ങ് നിറച്ച് രുദ്രൻ പെട്ടെന്ന് തന്നെ. അതാണ് രുദ്രാഭിസൃഷ്ട ഭയദാകൃതി രുദ്രസംഘ സംഭൂര്യമാണം വെച്ചാൽ നിറഞ്ഞു വരുന്ന കണക്ക്. ഭുവനത്രയം, ഈ 3 ലോകങ്ങളും ഈ രുദ്രസംഘത്തെ കൊണ്ട് സംഭൂര്യമാണം നിറഞ്ഞു വന്നപ്പോൾ എന്ത് ചെയ്തു? ഭുവനത്രയ ഭീതചേത,
ബ്രഹ്മാവിന് പേടിയായി. അതായത് ഇങ്ങനെ ഒരു സൃഷ്ടി ബ്രഹ്മാവ് പോലും വിചാരിച്ചില്ല. കാരണം സാധാ സൃഷ്ടിയാണ്. ബ്രഹ്മാവ് ആദ്യം തന്നെ ഈ സൃഷ്ടി ഒന്ന് മാറിയപ്പോ ഈ വികോപം, അജ്ഞാനം മറ്റൊക്കെ ഉണ്ടായപ്പം തന്നെ ബ്രഹ്മാവിന് പ്രശ്നം ഉണ്ടായി, ഇല്ലേ? താമസ സൃഷ്ടി. പക്ഷെ ഇതൊന്നും അല്ല, ഇതങ്ങ് വലിയ ഒരു ഘോരമായ സൃഷ്ടിയായിപ്പോയി ഈ രുദ്രന്റെ. അതാണ് രുദ്രാഭിസൃഷ്ട ഭയദാകൃതി രുദ്രസംഘ സംഭൂര്യമാണ ഭുവനത്രയ ഭീതചേത. ബ്രഹ്മാവാണ് ഈ ഭീതചേതനായത്. അതായത് ഭയപ്പെട്ട മനസ്സുള്ളവനായിട്ട് ഈ ബ്രഹ്മാവ് മാറിയിട്ട് ഉടനെ തന്നെ ഈ രുദ്രൻ്റെ ഒക്കെ പറയാണ്, മാമാ പ്രജാസൃജ, അല്ലയോ നീ സൃഷ്ടി നിർത്ത്, സൃഷ്ടി നിർത്ത്, മതി മതി എന്ന് ബ്രഹ്മാവ് പറയാൻ തുടങ്ങി. മാമാ പ്രജാസൃജ, സൃഷ്ടിക്കരുതേ സൃഷ്ടിക്കരുതേ, പ്രജാസൃജ, മാ സൃജ, പ്രജകളെ സൃഷ്ടിക്കണ്ട സൃഷ്ടിക്കണ്ട, അതാണ് രണ്ടും മാ പറഞ്ഞത്. കാരണം ബ്രഹ്മാവ് ഭയന്നുപോയി, സൃഷ്ടി നിർത്തൂ നിർത്തൂ എന്ന് പറയാണ്. മാമാ പ്രജാസൃജ, എന്നിട്ട് എന്ത് ചെയ്യണം? തപശ്ചരമംഗളായേ, മംഗളത്തിന് വേണ്ടി നീ പോയി തപസ് ചെയ്തോളൂ എന്ന് രുദ്രനൊക്കെ പറയാണ്. ഈ പണിയെല്ലാം നിർത്തിയിട്ട് തപസ്സിന് പോവുക. ഇത് ശരിയാവില്ല, കാരണം ഈ ലോകം മൊത്തം രുദ്രസംഘത്തെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ ആകപ്പാടെ പ്രശ്നമാവില്ലേ? അതുകൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞു, സൃഷ്ടിയൊക്കെ മതി, ഇനി പോയി തപസ് ചെയ്തോളൂ മക്കളെ എന്ന് പറഞ്ഞു. അതാണ് മാമാ പ്രജാസൃജ തപശ്ചരമംഗളായേ ഇതി ആചഷ്ട, എന്നുവെച്ചാൽ ഇപ്രകാരം പറഞ്ഞു, ബ്രഹ്മാവ് പറഞ്ഞു, സൃഷ്ടിയെല്ലാം നിർത്തിക്കൊള്ളൂ, ഇനി മംഗളത്തിന് വേണ്ടി, നല്ല കാര്യത്തിനൊക്കെ വേണ്ടി പോയി തപസ് ചെയ്യുക. ബ്രഹ്മാവ് അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. എന്തെങ്കിലും പ്രശ്നം വരുമ്പം തപസ് ചെയ്യുക, അതാണ് അന്നത്തെ ഒരു മാർഗം. ഭഗവാനെ ഏകാഗ്രതയിൽ കൊണ്ടുവരുന്നതാണ് ഈ തപസ്. അതാണ് മാമാ പ്രജാസൃജ തപശ്ചരമംഗളായേത്യാജഷ്ടത്തം. തം എന്ന് വെച്ചാൽ അവനോട്, ഈ രുദ്രനോട് ആജഷ്ട പറഞ്ഞു. എന്താണ്? കമലഭൂ. കമലഭൂ എന്ന് പറഞ്ഞാൽ ആരാണ്? ബ്രഹ്മാവ്. കമലത്തിൽ നിന്ന് ജനിച്ചവനായ ബ്രഹ്മാവ് അതെന്തുകൊണ്ട് പറഞ്ഞു? ഭവതീരിതാത്മാ, അങ്ങയാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ട്. അതായത് ബ്രഹ്മാവിന്റെ ചലനങ്ങളും എല്ലാം ഗുരുവായൂരപ്പന്റെ നിയന്ത്രണത്തിലാണ്. എല്ലാവരും ഒരു പുൽക്കൊടി പോലും അനങ്ങുന്നത് ഭഗവാൻ അറിയുമെന്ന് പറയത്തില്ലേ? അതാണ്, എല്ലാ ചലനങ്ങളും ഭഗവാൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഭഗവാൻ വീക്ഷിച്ച് അതിനനുസരിച്ചുള്ള പ്രേരണ നമുക്ക് തന്നുകൊണ്ടിരിക്കും. പക്ഷേ നമ്മളതൊന്നും അനുസരിക്കാതെ വീണ്ടും നമ്മുടേതായ രീതിയിൽ പോകുന്നതാണ് കുഴപ്പം, ഇല്ലേ? അതാണ് നമ്മളും ഭഗവാനെ നമ്മൾ ഉള്ളിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിലും ഭഗവാന്റെ നിർദ്ദേശം ഉണ്ടായിക്കൊണ്ടിരിക്കും, ഇല്ലേ? നമ്മൾ കവിതയിലൊക്കെ കേൾക്കുന്ന അകമേ നിലകൊണ്ടതാതു ചുവടുകൾ ആം അരുതെന്ന് തിരിച്ച് അടിയന് കാട്ടിത്തരുവേനവിടുന്ന് അന്യർ ധരിക്കാതെ എന്നുള്ളൂര് പറയും. അതായത് അകമേ നിലകൊണ്ട് അതാത് ചുവടുകൾ ആം അരുത്, നമ്മൾ ഓരോ പ്രവൃത്തിക്ക് പോകുമ്പോഴും ഇത് ചെയ്തോളൂ, ഇത് ചെയ്യരുത്, ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്നൊരു പ്രചോദനം വരും, വന്നുകൊണ്ടേയിരിക്കും. ഇതെല്ലാവർക്കും ഉണ്ട്. ഏത് ക്രൂര പ്രവർത്തികൾ ചെയ്യുന്നവന്റെയും പോകുന്നതിന്റെ നേരത്ത് ഭഗവാൻ വിളിച്ചു പറയും, ഡേ അത് ശരിയല്ല, നീ പോകണ്ട. പക്ഷെ അവൻ കുറെ നാളിങ്ങനെ ചെയ്ത് വരുമ്പം പിന്നെ ഭഗവാന്റെ വിളിയുടെ ആ ഒരു ഉറപ്പങ്ങ് കുറയും. പിന്നെ അവൻ പറഞ്ഞാലും ശരിയാവില്ലല്ലോ. എന്നാണ് പിന്നെ നമ്മൾ നമ്മുടെ ഇഷ്ടം തന്നെ ഇഷ്ടത്തിന് പോകണത്. എല്ലാം ഭഗവാന്റെ സൃഷ്ടികളാണ്. എല്ലാത്തിൻ്റെയും ഉള്ളിലിരുന്നുകൊണ്ട് ഭഗവാൻ നിയന്ത്രിക്കുകയും ചെയ്യും, ഇല്ലേ? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശർജുന തിഷ്ടതി പ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയ എന്ന് ഭഗവത്ഗീത പറയുന്നതാണ്. ഒരു അകത്തിരുന്നു കൊണ്ടൊരു വാഹനത്തെ എങ്ങനെയാണോ ചലിപ്പിക്കുന്നത്, അതുപോലെയാണ് നമ്മുടെ ഉള്ളിലിരുന്ന് ഭഗവാൻ നമ്മളെ ചലിപ്പിക്കുന്നത്. അതെല്ലാ രീതിയിലുള്ള ചലനമുണ്ട്. നമ്മളത് മോശപ്പെട്ട പ്രവൃത്തി പോകുമ്പോഴും ഭഗവാന്റെ ചലനം വേണം, അല്ലാത്ത പ്രവൃത്തിയിലും പോകണം. പക്ഷെ ഒരു ഭക്തനെ സംബന്ധിച്ച് ഭഗവാൻ ശരിയായിട്ടുള്ള മാർഗം കാണിച്ചു കൊടുക്കും. അതാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. അകമേ നിലകൊണ്ട് അതാത് ചുവടുകൾ ആം അരുതെന്ന് തിരിച്ച് അടിയന് കാട്ടിത്തരുവേൻ അവിടുന്ന് അന്യർ ധരിക്കാതെ അതൊന്നു കാൺമാൻ മിഴിക തുറന്നാൽ അന്നിമിഷം മുതൽ ഞാൻ അരങ്ങും അണിയറയും പുകഴും മട്ട് ആടാൻ അതിചതുരൻ. ആ ഭഗവാന്റെ ഒരു നിർദ്ദേശം നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നാൽ നമ്മൾ എല്ലാത്തിലും വിജയിക്കും എന്ന് പറയാണ്. ഏത് പ്രതിസന്ധികളും നമുക്ക് അതിജീവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ പട്ടതിരി എപ്പോഴും ഭവതീരിതാത്മാ. ബ്രഹ്മാവിന് വേറെ ഒരു ചിന്തയില്ല, ഭഗവാൻ പറയുന്ന അതേപടി അങ്ങ് അനുസരിക്കും. ഉടനെ ഇവരുടെയൊക്കെ ഇരുന്നിട്ടൊക്കെ പറഞ്ഞു, മതി നിർത്ത്, ഈ സൃഷ്ടി ശരിയാവില്ല എന്ന് ഭവതീരിതാത്മാ, അങ്ങയാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ട് ബ്രഹ്മാവ് പറഞ്ഞു എന്ന് പറയാണ്. ഇതാണ് രുദ്രാവിസൃഷ്ട ഭയദാകൃതി രുദ്രസംഘ സംഭൂര്യമാണ. സംഭൂര്യമാണെന്ന് വെച്ചാൽ നിറഞ്ഞു വരുന്ന, ഭുവനത്രയം നിറഞ്ഞു വരുന്ന ഈ രുദ്രസംഘത്തെ കണ്ടിട്ട് ഭീതചേത, ഭയപ്പെട്ട മനസ്സോടുകൂടിയവനായി മാമാ പ്രജാസൃജ, പ്രജാമാസൃജ, പ്രജകളെ ഉണ്ടാക്കരുത്, തപശ്ചര, തപഹച്ചര, തപസ്സനുഷ്ഠിക്കോ, മംഗളായേ, മംഗളത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി, മംഗള
കർമ്മത്തിന് വേണ്ടി നീ തപസ്സിന് പൊക്കൊള്ളൂ എന്ന് ഇതി ആചഷ്ട. തം തം എന്ന് വെച്ചാൽ അവനോട്, ഇന്ദ്രനോട് കമലഭൂ ബ്രഹ്മാവ് പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? ഭവതീരിതാത്മ, മേയാൽ പ്രേരിതനായിട്ട്. രുദ്രാവിസൃഷ്ടഭയദാകൃതി രുദ്രസംഘ സംഭൂര്യമാണ ഭുവനത്രയ ഭീതചേത മാമാ പ്രജാസൃജ തപശ്ചരമംഗളായേത്യാജഷ്ടതം കമലഭൂ ഭവതീരിതാത്മാ. അല്ലേ? നല്ല നല്ല ശ്ലോകങ്ങളാണ്. ഇനി അങ്ങോട്ട് നമ്മളൊരു 11-ാം ദശകം തൊട്ട് നമ്മൾ എൻ്റെ യഥാർത്ഥ നാരായണീയത്തിൻ്റെ ആ കഥകൾ അങ്ങോട്ട് വരും. ഇതാണ് എൻ്റെ ആ ഒരു മനോഹാരിത നമുക്ക് മനസ്സിലാവുന്നത്. 7-ാമത്തെ ശ്ലോകം. തസ്യാദസർഗരസികസ്യ മരീചിരത്രിതത്രാംഗിരാകൃതുമുനി പുലഃ പുലസ്ത്യ അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷവോ ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസ. തസ്യാദസർഗരസികസ്യ മരീചിരത്രി, ആ പേരുകളെല്ലാം ശ്രദ്ധിക്കണം. ആ മരീചി, അത്രി, അങ്കിരസ്, ക്രതുമുനി, പുലഹൻ, പുലസ്ത്യൻ, ഇത്രയും പേരെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു എന്ന് പറയാണ്. ഇതാണ് തസ്യ. തസ്യ എന്ന് വെച്ചാൽ അവന്റെ, ബ്രഹ്മാവിന്റെ. അഥ പിന്നീട്. ബ്രഹ്മാവാരാണ്? സർഗരസികൻ. ഈ സൃഷ്ടിയിൽ രസിക്കുന്നവനാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവിന്റെ ഡ്യൂട്ടി അതല്ലേ. ഓരോരുത്തരും അവരുടെ സ്വധർമ്മത്തിൽ രസിക്കണമെന്നല്ലേ പറയുന്നത്, അല്ലേ? ബ്രഹ്മാവിനൂടെ കൊടുത്തിരിക്കുന്ന സ്വധർമ്മമാണ് സൃഷ്ടി. അദ്ദേഹത്തിന് വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അതിൽ അദ്ദേഹം രസിക്കണം. നമ്മളും അതുപോലെ ഈ സൃഷ്ടി നമ്മുടെ സ്വധർമ്മത്തിൽ നമ്മൾ രസിക്കാനായിരിക്കണം. അതാ സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ എന്ന് ഗീത പറയുന്നത്. നമ്മുടെ സ്വധർമാനുഷ്ഠാനമാണ് മരണം പോലും അത് കുഴപ്പമില്ലെന്നാ പറയുന്നത്. സ്വധർമ്മേ നിധനം ശ്രേയ. ബ്രഹ്മാവിനും ആ ഒരു ഇതാണ്. താൻ വായപ്പെട്ടിരിക്കുന്ന തന്റെ സ്വധർമ്മം ആ രീതിയിൽ രസിച്ചു അങ്ങ് ചെയ്യുക. അതാണ് സർഗരസികൻ എന്ന് ബ്രഹ്മാവിനെ പറയുന്നത്. ബ്രഹ്മാവിന് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി, അസൈൻഡ് ഡ്യൂട്ടി അതാണ്. അതുകൊണ്ട് സർഗരസികനായിട്ട് തന്നെ ബ്രഹ്മാവ് സ്വന്തം സ്വധർമാനുഷ്ഠാനം നടത്തുകയാണ്. തസ്യ, അവന്റെ. പിന്നീട് എന്താ ഉണ്ടായി? മരീചി, മരീചി, അത്രി, ഇതെല്ലാം വലിയ മഹർഷിമാരാ. മരീചി മഹർഷി, അത്രി മഹർഷി, പിന്നെ അങ്കിരസ്, എല്ലാം പുരാണങ്ങളിലൊക്കെ ആവർത്തിച്ച് വരുന്ന കഥാപാത്രങ്ങളാണ് ഇവരൊക്കെ. അത്രി, ക്രതുമുനി, ക്രതു, പിന്നെ പുലഹൻ, പുലസ്ത്യൻ, ഇത്രയും പേരെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു. ഇവരെ വലിയ മഹർഷിമാര്, ഋഷീശ്വരന്മാരൊക്കെയാണേ. തസ്യാദസർഗരസികസ്യ മരീചിരത്രി തത്ര, തത്ര അവിടെ, തത്ര അങ്കിര, ക്രതുമുനി, പുലഹ, പുലസ്ത്യ, അംഗാദ അജായത. ഇതെല്ലാം ജനിച്ചത് എവിടുന്നാണ്? ബ്രഹ്മാവിന്റെ അംഗത്തിൽ നിന്ന്, ശരീര ഭാഗങ്ങളിൽ നിന്ന്, ഓരോ അവയവങ്ങളിൽ നിന്ന്. ഇവരൊക്കെ ജനിച്ചതൊക്കെ ഭാഗവത്തിൽ പറയുന്നുണ്ട്. ഓരോരുത്തരും ഏതൊക്കെ അവയവങ്ങളിൽ നിന്നാണ് ജനിച്ചത്. നമ്മൾ എവിടൊന്നും പോകണ്ട, ഇത് സ്തോത്രമല്ലേ. നമ്മൾ ഭാഗവതം പഠിക്കുമ്പോൾ അതൊക്കെ വിശദമായിട്ട് പഠിക്കാം. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ബ്രഹ്മാവിന്റെ അവയവങ്ങളിൽ നിന്ന് ഈ പറഞ്ഞവരെല്ലാം ഉണ്ടായി. ഓരോ അവയവത്തിൽ നിന്നുമാണ് ഇവരെല്ലാം ഉണ്ടായത്. തസ്യാദസർഗരസികസ്യ മരീചിരത്രി തത്രാംഗിരാ ക്രതുമുനി പുലഹ പുലസ്ത്യ അംഗാദജായത. പിന്നെയുണ്ട് ഭൃഗുശ്ച, ഭൃഗു, ഭൃഗു മഹർഷി ഉണ്ടല്ലോ. അതുപോലെ തന്നെ വസിഷ്ഠൻ, ശ്രീരാമന്റെ വരെ ഗുരുവല്ലായിരുന്നോ വസിഷ്ഠൻ. ദക്ഷൗ, ദക്ഷൻ. ഇതെല്ലാം ബ്രഹ്മാവിന്റെ ശരീരത്തിൽ നിന്ന് ജനിച്ചവരാണ്. അല്ല, അവയവങ്ങളിൽ നിന്ന് ജനിച്ചതാണ്. ശരീരത്തിൽ നിന്ന് തന്നെ അവയവങ്ങളിൽ നിന്ന് ജനിച്ചതാണ്. മനസ്സിൽ നിന്ന് ജനിച്ചതാണ് ആര്? ഈ പറഞ്ഞ സനകാദികൾ. ബാക്കിയുള്ളവരെല്ലാം ബാക്കി ശരീരഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായതുകൊണ്ടാണ് അംഗാദജായത ഭൃഗുശ്ച, ഭൃഗുവും വസിഷ്ഠ ദക്ഷവും, വസിഷ്ഠമുനിയും ദക്ഷനും. ദക്ഷ പ്രജാപതിയൊക്കെ ഉണ്ടല്ലോ, ബ്രഹ്മാവിന്റെ മകനാണ് ദക്ഷ പ്രജാപതി. ആ കഥകളൊക്കെ നമ്മളിനി വരും. ശ്രീനാരദശ്ച ഭഗവൻ, ശ്രീനാരദനും വന്നു. നമ്മുടെ നാരദ മഹർഷി ഉണ്ടല്ലോ, അതെല്ലാം ബ്രഹ്മാവിന്റെ അവയവങ്ങളിൽ നിന്നുണ്ടായതാണ്. ശ്രീനാരദശ്ച ഭഗവൻ. ഇനി ഇവിടെ ഭഗവാൻ എന്നും ചില ബുക്കി പറയും, ഭഗവൻ എന്നും പറയും. ഭഗവൻ എന്ന് പറഞ്ഞാൽ ലയോ ഗുരുവായൂരപ്പ എന്നുള്ള അർത്ഥത്തിൽ, ലയോ ഭഗവാനെ. അല്ലെങ്കിൽ ശ്രീനാരദൻ, നമ്മൾ നാരദ മഹർഷി ഒരു ഭഗവാനായിട്ട് വിളിക്കുകയും ചെയ്യാം. പ്രാസത്തിന് അല്ല, വൃത്തത്തിന് പ്രശ്നം വരത്തില്ല, ഗുരു തന്നെയാണ്. അതാണ് ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസ. ആ നാരദനെ പറ്റി പറഞ്ഞപ്പോൾ കണ്ടില്ലേ, ഭവദംഘ്രിദാസ. അംഘ്രി എന്ന് വെച്ചാൽ പാദം. ഭഗവാന്റെ പാദത്തിന്റെ ദാസനാണ് ഈ നാരദൻ. നമ്മളൊക്കെ നാരദൻ എന്നൊക്കെ ആളുകളെ കളിയാക്കി വിളിക്കില്ലേ. അയാൾ ഒരു നാരദനാണെന്ന് പറഞ്ഞാൽ ഏഷണിക്കാരനെന്നുള്ള അർത്ഥത്തിൽ. അതല്ല, ഭഗവത് ഭക്തി സദാസമയവും കൊണ്ടു നടക്കുന്ന ഏറ്റവും വലിയ ഭക്തനാണ്. നാരദ ഭക്തി സൂത്രം വരെ എഴുതിയിട്ടില്ലേ നാരദമുനി. അതുകൊണ്ടാണ് ഭഗവാൻ നാരദമുനി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. പക്ഷെ ഇവിടെ അല്ലയോ ഭഗവാനെ, ശ്രീനാരദശ്ച ഭവദംഘ്രിദാസ. അത് നാരദന്റെ വിശേഷണമാണ്, മറ്റുള്ളവരുടെ അല്ല. അങ്ങയുടെ അംഘ്രിയിൽ ദാസനായിരിക്കുന്നവൻ ആയ
ആ നാരദനെയും അങ്ങ് തൻ്റെ ശരീരഭാഗങ്ങളിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുക. തസ്യാദസർഗരസികസ്യ മരീചിരാത്രി തത്രാങ്കിരാകൃതുമുനി പുലഹ പുലസ്ത്യ അങ്കാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസ. ശ്ലോകം മനസ്സിലായില്ലേ? കുറച്ച് പേരുകൾ പറഞ്ഞു, ഇതെല്ലാം ബ്രഹ്മാവിന്റെ അവയവങ്ങളിൽ നിന്നുണ്ടായി എന്നുള്ള ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. 8ാമത്തെ ശ്ലോകം. ധർമാദിയാനഭിസൃജന്നത കർദ്ദമം ച വാണീം വിധായ വിധിരംഗജസങ്കുലോഭൂത് ത്വദ്ബോധിതൈ സനകദക്ഷമുഖൈസ്തനൂജൈർ ഉദ്ബോധിതശ്ച വിരരാമതമോ വിമുഞ്ചൻ. ധർമാദിയാനഭിസൃജന്നത കർദ്ദമം ച വാണീം വിധായ വിധിർ അംഗജസങ്കുലോഭൂത് ത്വദ്ബോധിതൈ സനക ദക്ഷമുഖൈസ്തനൂജൈർ ഉദ്ബോധിതശ്ച വിരരാമ തമോ വിമുഞ്ചൻ. ധർമാധികാൻ, ധർമ്മം, ഇവിടെ ധർമ്മൻ എന്നുള്ള അർത്ഥത്തെ എടുത്താൽ നമ്മൾ ധർമ്മദേവൻ എന്നെടുക്കാം, അല്ലെങ്കിൽ ധർമ്മം. നേരത്തെ അജ്ഞാനവൃത്തിയല്ലേ, പിന്നെ ധർമ്മവും ഉണ്ടാക്കി എന്നുള്ള അർത്ഥത്തിലും വ്യാഖ്യാനം വരും. പക്ഷെ ഇവിടെ ധർമ്മൻ, ധർമ്മം സ്വരൂപമായിരിക്കുന്ന ധർമ്മദേവൻ, ആ ധർമാധികൻ അത് തുടങ്ങിയ ധർമ്മദേവൻ തുടങ്ങിയവര് അഭിസൃജൻ സൃഷ്ടിച്ചു എന്ന് പറയാണ്. ബ്രഹ്മ ഇങ്ങനെ കുറേ സൃഷ്ടി നടത്തി, എല്ലാം ഇവിടെ പറയുന്നില്ലല്ലോ, പ്രധാനികളുടെ കാര്യമേ പറയുന്നുള്ളൂ. ധർമാധികാൻ, ധർമ്മൻ മുതലായ ധർമ്മദേവൻ മുതലായവരെയും അഭിസൃജൻ സൃഷ്ടിച്ചു. അതാ കർദ്ദമം ച, പിന്നെ കർദ്ദമൻ, കർദ്ദമന്റെ കഥയെ നമ്മളിനി വരും. കർദ്ദമം ച വാണീം വിധായ. വാണി ആരാണ്? സരസ്വതി. ഈ സരസ്വതി ദേവിയും ബ്രഹ്മാവ് തന്നെ സൃഷ്ടിച്ചല്ലേ, അതാണ് വാണീം വിധായ വിധി. വിധി എന്ന് വെച്ചാൽ ബ്രഹ്മാവ്. അങ്കജസങ്കുലോഭൂത്. വാണി എന്ന് ഏറ്റവും സുന്ദരിയായ ഒരു സ്ത്രീരൂപമല്ലേ. ഈ സ്ത്രീരൂപത്തെ കണ്ടിട്ട് ആ സൃഷ്ടി ചെയ്ത ആള് പോലും അതിൽ കാമാവേശിതനായി എന്ന് പറയുകയാണ്. അത്രയും മനോഹരിയാണ് സരസ്വതി ദേവി. അതാണ് ധർമാധികാനഭിസൃജന്നത കർദ്ദമം ച വാണീം വിധായ വിധി അങ്കജസങ്കുലോഭൂത്. അങ്കജൻ കാമദേവൻ. ആ കാമവികാരം ഈ ബ്രഹ്മാവിനും ഉണ്ടായി, അഭൂത് ഉണ്ടായി എന്നാണ് പറയുന്നത്. അതായത് സരസ്വതിയെ കണ്ടപ്പോൾ ബ്രഹ്മാവ് പോലും കാമമോഹിതനായി പോയി. ത്വദ്ബോധിതൈ സനകദക്ഷമുഖൈസ്തനൂജൈ. അന്നേരം ഈ ബ്രഹ്മാവിനുണ്ടായ ഈ ഒരു ആവേശം ഉണ്ടല്ലോ, അതാര് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു? സനകദക്ഷമുഖൈസ്തനൂജൈർ. തനൂജന്മാരെന്ന് വെച്ചാൽ മക്കള്. മക്കളുടെ മുമ്പിൽ വെച്ചാണ് അച്ഛന് തൻ്റെ സ്വന്തം സൃഷ്ടിയിൽ തന്നെ ഒരു കാമാവേശം ഉണ്ടായത്. അതാണ് ത്വദ്ബോധിതൈ. അവരത് വിലക്കി. അതായത് മക്കൾ തന്നെ അച്ഛനെ വിലക്കുകയാണ്. അതും നമുക്ക് ആര് നല്ലത് കാര്യങ്ങൾ പറഞ്ഞാലും അത് സ്വീകരിക്കണമെന്നുള്ളൊരു സന്ദേശമാണ് കൊടുക്കുന്നത്. ബ്രഹ്മാവിന് പോലും താൽക്കാലികമായ ഒരു ഭ്രമം ഉണ്ടായപ്പോൾ ആ ബ്രഹ്മാവിനെ വിലക്കിയതാരാണ്? സനകദക്ഷമുഖൈസ്തനൂജൈർ. സനകൻ, ദക്ഷൻ മുതലായിട്ടുള്ള ആ തനൂജന്മാരാണ് ഈ ബ്രഹ്മാവിനെ ബോധം കൊടുത്തത്. ഇത് ശരിയല്ല അങ്ങയുടെ നടപടി. അതാണ് ഉദ്ബോധിതൈ. അവരാൽ ബോധിക്കപ്പെട്ടവനായിട്ട് എന്ത് ചെയ്തു? ഉദ്ബോധിതശ്ച വിരരാമ. അതിൽ നിന്ന് മാറി. പെട്ടെന്ന് തന്നെ ബ്രഹ്മാവിന് ബോധം ഉണ്ടായത് എനിക്ക് നമ്മളി പറ്റിപ്പോയി. അതാണ് വിരരാമ തമോ വിമുഞ്ചൻ. തമോ ഗുണം തമസ് കയറി വന്നുപോയി. നമ്മൾ 3 ഗുണങ്ങളെ പറ്റി പറഞ്ഞില്ലേ? തമസ് കയറി വരുമ്പോഴാണ് തമസ്ത്വജ്ഞാനജം വിദ്ധി എന്നൊക്കെ പറഞ്ഞ് ഗീത പറയും. തമോ ഗുണത്തിന്റെ പ്രത്യേകത തമസ് എന്നാണ് ഈ അജ്ഞാനം ഉണ്ടാകുന്നത്. ഇവിടെ അജ്ഞാനമാണ് ബ്രഹ്മാവിനും വന്ന് കയറിപ്പോയത് അല്ലേ? എൻ്റെ മകളാണെന്നുള്ള ആ ഒരു ചിന്ത ബ്രഹ്മാവിന് ആ സമയത്ത് ഉണ്ടായില്ല. അതുകൊണ്ടാണ് ആ തമോ വിമുഞ്ചൻ എന്ന് പറയുന്നത്. ആ തമോ ഗുണത്തിൽ നിന്ന് മോചിതനായി. അത് ഈ സനകാദികളുടെ ഉപദേശം കൊണ്ടാണ്. അവർ വിലക്കി ബ്രഹ്മാവിനെ. അത് ശരിയായ നടപടിയല്ല എന്ന് പറഞ്ഞു. അതാണ് ധർമാദിയാനഭിസൃജന്നത കർദ്ദമം ച വാണീം വിധായ വിധി അങ്കജസങ്കുലോഭൂത്. അഭൂത് എന്നാണ് ഇവിടെ ആയി തീർന്നു. അങ്കജസങ്കുല അഭൂത്. ത്വദ്ബോധിതൈ. ത്വദ്ബോധിതൈ. ത്വദ്ബോധിത എന്ന് വെച്ചാൽ ത്വദ്ബോധി എന്ന് വെച്ചാൽ അവിടെയും ഗുരുവായൂരപ്പൻ്റെ പറയാണ്. ഗുരുവായൂരപ്പൻ്റെ ആ പ്രേരണ കൊണ്ടാണ് ഈ സനകാദികൾക്ക് അങ്ങനെ തോന്നിയത്. അതാണ് ത്വദ്ബോധിത. ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയി. ത്വദ്ബോധിത എന്ന് വെച്ചാൽ ഭഗവാനോടാണല്ലോ ഈ പറയുന്നത്. അങ്ങയുടെ ആ ഒരു ബോധ്യപ്പെടുത്തൽ കൊണ്ട്, അതായത് സനകാദികളെ അവർ പ്രേരിപ്പിച്ചു. ഇത് ശരിയായ നടപടിയല്ലെന്ന് ആ ഉള്ളിലിരുന്ന് പറയുന്ന കണക്ക് ഇവരുടെ ഉള്ളിലിരുന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു, അച്ഛനെ വിലക്കണം, ഇത് ശരിയല്ല. അതാണ് ത്വദ്ബോധിതൈ സനകദക്ഷമുഖൈസ്തനൂജൈർ.
അങ്ങയുടെ പ്രേരണ കൊണ്ട് ഈ സനകാദികളും പിന്നെ ഈ പറഞ്ഞ ദക്ഷനുമൊക്കെ ഉദ്ബോധിതേ ബ്രഹ്മാവിനെ ഉദ്ബോധിപ്പിച്ചു. അതുകൊണ്ട് വിരരാമ പിൻവാങ്ങി, ബ്രഹ്മാവ് പിൻവാങ്ങി. എങ്ങനെയാണ് പിൻവാങ്ങിയത്? തമസ് മാറിയത് കൊണ്ട്, തൽക്കാലം തന്നിലുണ്ടായ ആ തമോ ഗുണം മോചിച്ചത് കൊണ്ട് ആ പ്രവൃത്തിയിൽ നിന്ന് മാറി എന്നുള്ളതാണ് 8ാമത്തെ ശ്ലോകം. ധർമാദിജാനഭിസൃജന്നത കർദ്ദമം ച വാണിം വിധായ വിതിരംഗജസങ്കുലോ ഭൂത് ത്വദ്ബോധിതൈ ഗുരുവായൂരപ്പനാൽ ബോധിപ്പിക്കപ്പെട്ടവരായി സനകദക്ഷമുഖൈസ്തനൂജൈർ ഉദ്ബോധിതശ്ച വിരരാമ തമോ വിമുഞ്ചൻ. എന്നിട്ട് അവര് ഈ തമോ വിമുഞ്ചൻ, ഈ തമസിന്ന് മോചിക്കപ്പെട്ടവരായി ബ്രഹ്മാവ് മാറി എന്ന് പറയാണ്. ഉദ്ബോധിതശ്ച, ഈ ഇവര് പറയുന്നതനുസരിച്ച്. അതാണ് ആ ശ്ലോകത്തിന്റെ താല്പര്യം. വേ 8ാമത്തെ ശ്ലോകമല്ലേ? ധർമാദിജാനഭിസൃജന്നത കർദ്ദമം ച വാണിം വിധായ വിതിരംഗജസങ്കുലോ ഭൂത് ത്വദ്ബോധിതൈ സനകദക്ഷമുഖൈസ്തനൂജൻ. തനൂജൻ മക്കള് ഇല്ലേ? മക്കള് തനൂജൈർ ഉദ്ബോധിതശ്ച, ഉദ്ബോധിപ്പിച്ച് അവർ ഓർമ്മിപ്പിച്ചു. ഉദ്ബോധിതശ്ച വിരരാമ തമോ വിമുഞ്ചൻ. 9ാമത്തെ ശ്ലോകം. വേദാൻ പുരാണ നിവഹാനവി സർവവിദ്യാകുറുവൻ നിജാനനഗണാശ്ചതുരാനനോസൗ പുത്രേഷു തേഷു വിനിധായ സസർഗവൃത്തിമപ്രാപ്നുവൻ തവ പദാംബുജം ആശ്രിതോ ഭൂത്. വേദാൻ പുരാണ നിവഹാനവി സർവവിദ്യാകുറുവൻ നിജാനനഗണാശ്ചതുരാനനോസൗ പുത്രേഷു തേഷു വിനിധായ സസർഗവൃത്തിമപ്രാപ്നുവൻ തവ പദാംബുജമാശ്രിതോ ഭൂത്. വേദാൻ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രഹ്മാവ് ഈ ജീവദേഹങ്ങളെയൊക്കെ വിട്ടിട്ട് വേദങ്ങളും ബ്രഹ്മാവിൽ നിന്ന് തന്നെ ഉണ്ടായതാണേ. അതായത് നമ്മുടെ എങ്ങനെയൊക്കെയാണ് ഇവിടെ ജീവിക്കേണ്ടതെന്നൊക്കെയുള്ള അറിവുകളൊക്കെയാണല്ലോ വേദം. പലതരത്തിലുള്ള യജ്ഞങ്ങളും ജ്ഞാനവും ഒക്കെ ഉപദേശിക്കുന്നതാണ് വേദം. അതും ബ്രഹ്മാവ് തന്നെ സൃഷ്ടിച്ചു എന്ന് പറയാണ്. വേദാൻ പുരാണ നിവഹാനപി, പുരാണങ്ങള് എല്ലാം ബ്രഹ്മാവ് സൃഷ്ടിക്കുകയാണ്. വേദാൻ പുരാണ. ഇനി എങ്ങനെയാണ് പുരാണം ഇവിടെ സംഭവിച്ചത്? പുരാണമൊക്കെ ഇനി ഉണ്ടാകുന്നല്ലേ ഉള്ളൂ. പക്ഷെ അവർക്കൊക്കെ ഭാവിയൊക്കെ ഉള്ള ആ ഒരു അറിയാമല്ലോ, ആ രീതിയിലുള്ള സൃഷ്ടികളൊക്കെ വേണം. നമ്മളതിനത്ര എൻ്റെ ലോജിക്കിലോട്ടൊന്നും പോണ്ട. ഇതെല്ലാം ബ്രഹ്മാവ് തന്നെ ആ സൃഷ്ടി പ്രക്രിയയിൽ നടത്തിയെന്നങ്ങ് മനസ്സിലാക്കിയാൽ മതി. വേദാൻ പുരാണ നിവഹാനബി, 18 പുരാണങ്ങളും ഉപപുരാണങ്ങളും ഈ പറഞ്ഞ 4 വേദങ്ങളും എല്ലാം ബ്രഹ്മാവ്. അഭി സർവവിദ്യ, പിന്നെ മറ്റു വിദ്യകളും പലതരത്തിലുള്ള വിദ്യ ഉണ്ടല്ലോ, അതെല്ലാം ബ്രഹ്മാവ് തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കുറുവൻ എവിടുന്നാണ്? നിജ ആനനഗണാത്. ആനെന്ന് വെച്ചാൽ മുഖം. തൻ്റെ മുഖത്തുനിന്നാണ് ഈ വേദങ്ങളും ഒക്കെ ഉണ്ടായെന്ന് പറയണം. അറിവ്, അതാണല്ലോ മുഖം. ആ മുഖത്തിൽ നിന്ന് കുറുവൻ ചെയ്തിട്ട് നിജ ആനനഗണാത്. 4 മുഖങ്ങളുണ്ടല്ലോ ബ്രഹ്മാവിന് അല്ലേ? ചതുർമുഖൻ, ഇതാണ് ആനനഗണം. ആനെന്ന് വെച്ചാൽ മുഖം. ആ ആനനഗണാസ് ചതുരാനനോസൗ. ചതുരാനനൻ പറഞ്ഞല്ലോ. ചതുരാനനോ അസൗ. അസൗ എന്ന് വെച്ചാൽ ബ്രഹ്മാവ്. ആ 4 മുഖങ്ങളുള്ള ബ്രഹ്മാവ് ഏതൊക്കെയാണ്? വേദാൻ പുരാണ നിവഹാനവി സർവവിദ്യ. ഇതെല്ലാം ബ്രഹ്മാവ് തൻ്റെ ആ മുഖത്ത് നിന്ന് ഉണ്ടാക്കി എന്ന് പറയാണ്. ഇതാണ് വേദാൻ പുരാണ നിവഹാനവി സർവവിദ്യാ കുറുവൻ. എന്നിട്ട് ഇതെല്ലാം ഉണ്ടാക്കി എവിടുന്ന? നിജ സ്വന്തം ആനനഗണാത്, തൻ്റെ മുഖം, ഗണം, മുട്ടം. ചതുരാനനോസ്, ചതുരാനനൻ ബ്രഹ്മാവിന്റെ പര്യായമായിട്ട് അവിടെ എടുത്താൽ മതി. ചതുരാനനായിരിക്കുന്ന ബ്രഹ്മാവ് തൻ്റെ ഈ മുഖങ്ങളിൽ നിന്നും ഇതെല്ലാം ഉണ്ടാക്കി. അസൗ അവൻ പുത്രേഷു തേഷു വിനിധായ. അദ്ദേഹം ഇത് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു? ഇതെല്ലാം നമുക്ക് സൃഷ്ടി പ്രക്രിയയിൽ ആവശ്യമാണ്. യഥാർത്ഥത്തിൽ ഓരോരുത്തരുടെ ഇതിനുള്ള അറിവുകളൊക്കെയാണ് അതിലുള്ളത് വേദങ്ങളിൽ. എന്നിട്ട് പുത്രേഷു തേഷു വിനിധായ, അതെല്ലാം മക്കൾക്ക് പകർത്തി കൊടുത്തു എന്ന് പറയാണ്. പുത്രേഷു തേഷു, ആ പുത്രർക്ക് ഇതെല്ലാം കൊടുത്തിട്ട് വിനിതായ സസർഗവൃത്തിമപ്രാപ്നുവൻ. ഇതെല്ലാം കൊടുത്തിട്ടും സർഗവൃത്തി, ഈ ഇഷ്ടം പോലെ ഇത് വേണം, പലതരത്തിലുള്ള സ്പീഷീസിനെ ഉണ്ടാക്കണ്ടേ, അതിനൊക്കെയുള്ള കഴിവ് ഇല്ല, നടക്കാതെ വന്നപ്പോൾ അപ്രാപ്നുവൻ, ആ സൃഷ്ടിപ്രക്രിയ ശരിയായ രീതിയിൽ പ്രാപിക്കാൻ കഴിയാതായപ്പോൾ ആണ് അപ്രാപ്നുവൻ. ഈ വേദങ്ങളും എല്ലാം മക്കളെ ഏൽപ്പിച്ചിട്ട് പോലും അവർക്ക് വേണ്ട രീതിയിൽ അത് ചെയ്യാൻ പറ്റാതെ പോയത് കൊണ്ട്
പുത്രേഷു തേഷു വിനിതായ സർഗവൃത്തിമപ്രാപ്നുവൻ. സർഗവൃത്തി എന്ന് വെച്ചാൽ സൃഷ്ടിപ്രക്രിയ, അത് വേണ്ട രീതിയിൽ നടക്കാതായിട്ട് തവപദാംബുജമാശ്രിതോ ഭൂ. വീണ്ടും ഗുരുവായൂരപ്പന്റെ ആ പദാംബുജം, അംബുജം എന്ന് വെച്ചാൽ താമര, ആ താമര പോലെയുള്ള പദത്തെ ബ്രഹ്മാവ് ആശ്രയിച്ചു എന്ന് പറയുകയാണ്. ഏത് പ്രശ്നം വരുമ്പോഴും ബ്രഹ്മാവ് എന്താണ് ചെയ്യുന്നത്? ഭഗവാനെ ആശ്രയിക്കുക. നമ്മളും അതുപോലെ വേണം. നമുക്ക് ഓരോ സ്വധർമാനുഷ്ഠാനത്തിൽ പല പല പ്രശ്നങ്ങളും നേരിടുമ്പോൾ ഭഗവത് സ്മരണ, അതാണ് ഗീതയിൽ ഭഗവാൻ പറയുന്നത്, സർവേഷു കാലേഷു മാമനുസ്മരയുധ്യജ. നല്ലൊരു ഉപദേശമാണ് ഭഗവാൻ പറയുന്നത്. സർവേഷു കാലേഷു മാമനുസ്മര, എന്നെ അനുസ്മരിച്ചുകൊണ്ട് നീ നിന്റെ കർമ്മമണ്ഡലത്തിൽ, യുദ്ധം എന്ന് പറയുന്ന അർജുനോടായിട്ട് പറഞ്ഞതാണ്. നമ്മുടെയൊക്കെ പറയേണ്ടത് എന്താണ്? നിന്റെ സ്വധർമാനുഷ്ഠാനത്തിൽ, നമ്മൾ സ്വധർമാനുഷ്ഠാനം ചെയ്യുമ്പോൾ മാമനുസ്മര, എപ്പോഴും എന്നെ ഓർത്തുകൊള്ളൂ. എപ്പോഴും ഭഗവാൻ തീരുമാനിക്കും എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അഭികാമ്യമായിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിഞ്ഞൂടല്ലോ. നമുക്ക് ഏറ്റവും നല്ലത് ഏതാണെന്ന് നമുക്കറിഞ്ഞൂടില്ല, ഭഗവാനെ അറിയാൻ പറ്റൂ. നമ്മളിപ്പോൾ നല്ലതെന്ന് വിചാരിക്കുന്നത് ഭാവി നമുക്ക് നല്ലതായിരിക്കണമെന്നുണ്ടോ? നമ്മളിപ്പോൾ ഒരു കാര്യം നമുക്ക് നേടി, നമ്മൾ സന്തോഷിച്ചു, ആ കാരണം കൊണ്ട് ചിലപ്പോൾ നമുക്ക് വീണ്ടും വലിയ ആപത്തുകളൊക്കെ ഒന്നുകൂടാന്നില്ല, ഇല്ലേ? അതുകൊണ്ട് നമ്മുടെ തീരുമാനം ഒരിക്കലും, അതാണ് പരമഹിതം അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത്, ഭഗവാന്റെ നിശ്ചയം അറിഞ്ഞുകൂടാ. കുമാരനാശാന്റെ ഒരു ശ്ലോകം ഉണ്ടല്ലോ, കരുതുപതിക ചെയ്യ വയ്യ ചെയ്യാൻ വരുതി ലഭിച്ചതിൽ നിന്നിടാ വിചാരം പരമഹിതമറിഞ്ഞുകൂടാ. നമ്മുടെ പ്രശ്നം അതാ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മനസ്സ് നിൽക്കുന്നില്ല, ആ ഒരു പ്രശ്നത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പരമഹിതം നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അതറിയാനാണ് ഈ ഭട്ടതിരി കൂടെ പാദാംബുജമാശ്രിതോഭൂ എന്ന് പറയുന്നത്. ബ്രഹ്മാവ് ആ ഭഗവാന്റെ പാദാംബുജത്തെ തന്നെ ആശ്രയിച്ചു എന്ന് പറയാം. വേദാൻ പുരാണ നിബഹാനവി സർവവിദ്യാകുറുവൻ നിജാനനഗണാശ്ചതുരാനനോസൗ പുത്രേഷു തേഷു വിനിധായ. പുത്രേഷു തേഷു, അതെല്ലാം പുത്രന്മാർക്ക് വിനിധായ കൊടുത്തിട്ട് സർഗവൃത്തിം അപ്രാപ്നുവൻ, സർഗവൃത്തി നടക്കാതെ ആയപ്പോൾ എന്ത് ചെയ്തു? തവപദാം അവൻ ബ്രഹ്മാവ് തവപദാംബുജം, തവ എന്ന് വെച്ചാൽ അങ്ങയുടെ, തവത പദാംബുജം ആശ്രിതോ അഭൂത്, ആശ്രിതോ ആശ്രിതനായി മാറി എന്നുള്ളത്, ആശ്രിതക അഭൂത്, അതാണ് ആശ്രിതോഭൂത് എന്ന് പറയുന്നത്. ഭഗവാനെ തന്നെ ആശ്രയിച്ചു, ഇനി മറ്റു ഗതിയൊന്നുമില്ല. കാരണം പണി മുടങ്ങി, കാരണം ഇത് സൃഷ്ടി നടക്കുന്നില്ല, അതിനെന്താണ് മാർഗമെന്ന് അറിയാതെ ബ്രഹ്മാവ് ഭഗവാനെ ആശ്രയിച്ചു എന്ന് പറയുക. വേദാൻ പുരാണ നിബഹാനവി സർവവിദ്യാകുറുവൻ നിജാനനഗണാശ്ചതുരാനനോസൗ പുത്രേഷു തേഷു വിനിതായ സർഗവൃത്തിമപ്രാപ്നുവൻ തവപദാംബുജം ആശ്രിതോ ഭൂത്. 10ാമത്തെ ശ്ലോകം. ജ്ഞാനന്നുപായമതദേഹമജോ വിഭജ്യ സ്ത്രീപുംസഭാവമഭജൻ മനുതദ്വതൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർത്തയൻ സ്ത്വം ഗോവിന്ദ മാരുതപുരേശ നിരുന്ധിരോഗാൻ. ഗോവിന്ദ മാരുതപുരേശ നിരുന്ധിരോഗാൻ. എല്ലാ ദശകത്തിന്റെ അവസാനം ഭട്ടതിരി ഒരു എന്താണ് ഒരു അപേക്ഷ ഭഗവാനോട് വെക്കുന്നുണ്ട്. ജ്ഞാനന്നുപായമത, ഭഗവാനെ ആശ്രയിച്ചെന്ന് പറഞ്ഞല്ലോ, സൃഷ്ടി ശരിയായ രീതിയിൽ നടക്കുന്നില്ല, അറിവുകളും എല്ലാം ഉണ്ട്. എന്തറിവുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഫലസമാപ്തിയിൽ വരണമെങ്കിൽ ഭഗവാനെ വിളിച്ചോളണം. ഇപ്പോഴും അതാ ചെയ്യേണ്ടത്. നമുക്കെല്ലാം അറിവുണ്ട്, ചെയ്യാനൊക്കെ അറിയാം, പക്ഷേ എല്ലാത്തിനും ഒരു കർമ്മം പൂർണ്ണമാകണമെങ്കിൽ അവസാനം വിധിയും കൂടെ വേണം, ഇല്ലേ? പഞ്ചമം എന്നാ പറയുന്നത്. മറ്റ് എല്ലാം നടത്തിയാലും വിധി ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. അതുകൊണ്ടാണ് ഇവിടെയും ബ്രഹ്മാവിന് വേണ്ട അറിവുകൾ കൊണ്ട് കഴിവുകൊണ്ട് വർദ്ധിത ബലനാണ്. പക്ഷേ സംഗതി ശരിയായ വരാതെ വന്നപ്പോൾ ഭഗവാനെ തന്നെ ആശ്രയിച്ചു. ഇപ്പോഴത്തേക്ക് ജ്ഞാനനുപായം, ഉടനെ തന്നെ ബ്രഹ്മാവിന് ഒരു ഉപായം കിട്ടി. എങ്ങനെയാണ് ഈ സൃഷ്ടി പ്രക്രിയ മുമ്പോട്ട് വേണ്ട പോലെ കൊണ്ടുപോകേണ്ടതെന്ന്. അതാണ് ജ്ഞാനൻ, അറിഞ്ഞിട്ട്, ഉപായം, മാർഗം. ജ്ഞാനനുപായം അധ, പിന്നീട് ദേഹമജോ വിഭജ്യ. ദേഹമജോ, ഈ അജൻ ബ്രഹ്മാവിന്റെ പര്യായമാണ്. അജൻ, ആ അജനായ ബ്രഹ്മാവ് ദേഹം വിഭജ്യ, തൻ്റെ ശരീരം വിഭജിച്ചു എന്ന് പറയുക. ആ സൃഷ്ടിപ്രക്രിയ, മറ്റേത് ഓരോ ശരീരഭാഗങ്ങളിൽ നിന്നാണല്ലോ പണ്ട് ബ്രഹ്മാവിന്റെ അറിവ് അത്രേ ഉണ്ടായിരുന്നു, ഓരോ ശരീരഭാഗങ്ങളിൽ നിന്ന് സൃഷ്ടി നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ഈ ഭഗവാനെ ആ സ്മരിച്ചതോടുകൂടി വേറൊരു മാർഗം ഭഗവാൻ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു. അതാണ് ജ്ഞാനനുപായമത.
ദേഹമജോ വിഭജ്യ, തൻ്റെ ആ ശരീരം വിഭജിച്ചിട്ട് സ്ത്രീ പുംസഭാവം അഭജൻ മനു തദ്വതുഭ്യാം. മനു, സ്വയംഭൂ മനുവും ശതരൂപയുമായിട്ട് മാറുകയാണ്. സ്വയംഭൂ മനു, സ്വയം ഉണ്ടായ മനു ഉണ്ട്, ആദ്യത്തെ മനു. ആ സ്വയംഭൂ മനുവും അദ്ദേഹത്തിന്റെ ഭാര്യയായ ശതരൂപയുമായിട്ട് ഈ ബ്രഹ്മാവ് തന്നെ അങ്ങ് വിഭജിച്ചു എന്ന് പറയുകയാണ്. സൃഷ്ടിപ്രക്രിയ ശരിയാക്കാൻ വേണ്ടി ഒരൊറ്റക്കിരുന്ന ഒരു സൃഷ്ടിപ്രക്രിയ എന്നിട്ട് ശരിയായില്ല. അതുകൊണ്ട് ഇനി സ്ത്രീയും പുരുഷനുമായിട്ട്, മറ്റേ ഒരാളിരുന്ന് സൃഷ്ടി ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ആ സ്വഭാവങ്ങൾ മാത്രമല്ലേ വരൂ. ഇതിപ്പോ ഒരു വേറൊരു ഘടകവും കൂടെ വരുമ്പോഴത്തേക്ക് അത് രണ്ടിന്റെയും കൂടെ ഒരു സംയുക്തമായ ഒരു ഫലം വരും. ഇന്നലെ സൃഷ്ടിപ്രക്രിയ മാറ്റം വരുമല്ലോ. ആ ഒരു രീതി ആണിനെയും പെണ്ണിനെയും കൂടെ സൃഷ്ടിച്ച്, അല്ല തനിയെ സൃഷ്ടിക്കുക. ശരി, ക്ലോണിങ് ഒക്കെ വരും. ഇപ്പം ഇത് എത്രയോ നാൾക്ക് മുമ്പ് നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്നതാണ് ഒരേ ശരീരത്തിൽ നിന്ന് തന്നെ സൃഷ്ടി. ഇപ്പം ഒരാളുടെ സെല്ലെടുത്ത് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാവുന്ന പരീക്ഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, സ്ത്രീയും പുരുഷനും ഇല്ലാതെ തന്നെ. പക്ഷെ ഇതൊക്കെ നമ്മൾ പണ്ട് പരീക്ഷിച്ചതാ നമ്മുടെ ഋഷീശ്വരന്മാർ. അതിന് പോരായ്മ വന്നത് കൊണ്ടാണ് ഇവിടെ സ്ത്രീയും പുരുഷനെയും അന്നുണ്ടാക്കിയത്. കാരണമാണ് ഇവിടെ പറയുന്നതേ, ജ്ഞാനന്നുപായമത ദേഹമജോ വിഭജ്യ സ്ത്രീ 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 പുംസഭാവം, സ്ത്രീയും പുംസൻ പുരുഷനും എന്നുള്ള ഭാവം അഭജത് സ്വീകരിച്ചു. ആരൊക്കെയായിട്ട്? മനു, സ്വയംഭൂ മനുവും തദ്വതൂഭ്യ, അദ്ദേഹത്തിന്റെ ഭാര്യയുമായി, എന്നുവെച്ചാൽ രണ്ടുപേരായിട്ട്. ശതരൂപ എന്നാ പേര്. ആ ശതരൂപയും മനുവുമായിട്ട് തന്റെ ശരീരത്തെ രണ്ടായി വിഭജിച്ചു. ഇനി സൃഷ്ടിപ്രക്രിയ നടത്താൻ എളുപ്പം. ആണും പെണ്ണും ആകുമ്പോഴത്തേക്ക് അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ പോവും. അതാണ് ഇതിൽ സൃഷ്ടിയിൽ വന്നൊരു മാറ്റമായിട്ട് ഇവിടെ പറയുന്നത്. ജ്ഞാനന്നുപായമത ദേഹമജോ വിഭജ്യ സ്ത്രീ പുംസഭാവമഭജൻ മനു തദ്വധൂഭ്യാം എടുത്തോണം. മനുവും അദ്ദേഹത്തിന്റെ വധുവുമായിട്ട് താഭ്യാം ച മാനുഷകുലാനി വിവർത്തയൻ. താഭ്യ എന്ന് വെച്ചാൽ അവരെ കൊണ്ട്, ഈ രണ്ടുപേരെയും കൊണ്ട് മാനുഷകുലാനി വിവർത്തയൻ, മനുഷ്യവംശത്തിന്റെ പിതാക്കൾ എന്ന് പറയുന്ന ഇവര് രണ്ടും, അമ്മയും അച്ഛനും. കാരണം സ്വയംഭൂമനുവും ശതരൂപയും. അവരെ കൊണ്ട് ഈ മനുഷ്യന് എന്തെല്ലാം വെറൈറ്റികളുണ്ടല്ലേ, ഭിന്ന രുചിർഹ ലോക എന്നല്ലേ പറയുന്നത്. ഓരോ ഭിന്ന രീതിയിൽ പിന്നെ സൃഷ്ടികൾ അങ്ങോട്ട് തുടങ്ങി. ഇപ്പോഴത്തേക്ക് സൃഷ്ടി ഒരുവിധം പൂർണ്ണമായി എന്ന് പറയുക. അതാണ് താഭ്യാം ച മാനുഷകുലാനി വിവർത്തയൻ. അങ്ങനെ ആ മനുഷ്യവംശത്തെ വിവർത്തയൻ എന്നുവെച്ചാൽ വർദ്ധിപ്പിക്കുന്നവനായ ആ ഭഗവാൻ. താഭ്യാം ച മാനുഷകുലാനി വിവർത്തയൻ ത്വം. ത്വം അത് ഭഗവാൻ തന്നെയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ത്വം എന്ന് പറഞ്ഞത്. ബ്രഹ്മാവിടെ ചെയ്യുന്നെങ്കിലും എല്ലാം ഭഗവാന്റെ തീരുമാനത്തിലാണ് നടക്കുന്നത്. കൊണ്ടാണ് ഇവിടെ ഗുരുവായൂരപ്പൻ തന്നെയാണ് ചെയ്തതെന്ന് പറയുന്നത്. അതാണ് താഭ്യാം ച മാനുഷകുലാനി വിവർത്തയൻ ത്വം. അല്ലെങ്കിൽ ബ്രഹ്മാവെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നുവെച്ചാൽ ഭഗവാനാണ് ഈ മാർഗം ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഭഗവാൻ തന്നെയാണ് ഇങ്ങനെ ഈ മനുഷ്യകുലത്തിന്റെ വർധനവിന് വേണ്ടി ശ്രമിക്കുന്നവനായിട്ട് പറയുന്നത്. ഗോവിന്ദ, ഭഗവാന്റെ വിശേഷണമാണ് ഗോവിന്ദൻ. മാരുതപുരേശ, അല്ലയോ ഗുരുവായൂരപ്പ, നിരുന്ധി രോഗാൻ, എൻ്റെ രോഗങ്ങളൊക്കെ ഒന്ന് തടഞ്ഞു തരണമേ. ഇത്രയൊക്കെ ഭഗവാന് കഴിവുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ഈ ചെറിയ വാതരോഗം മാറ്റാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ ഭഗവാന്? അതുകൊണ്ട് അതൊന്ന് മാറ്റിത്തരണേ. അത് മാറ്റി കിട്ടിയാൽ എനിക്ക് പിന്നെയും ഇങ്ങനെ ഭഗവത് പാദരസികനായിട്ട് ഇതൊക്കെ പാടി നടക്കാമല്ലോ എന്നാണ് പട്ടതിരിയുടെ. അല്ലാതെ അത് ചെയ്തിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ടല്ല, ഭഗവാന്റെ ആ ഒരു സേവനം എല്ലാം ചെയ്യാൻ ഉള്ള കഴിവ് എനിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ രോഗം മാറ്റിത്തരണേന്ന് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം ഭക്തൻ. അല്ല മറ്റു ലൗകിക കാര്യങ്ങളിലൊക്കെ വളരെ സമൃദ്ധമായിട്ട് ഇടപെടാൻ വേണ്ടിയല്ല തൻ്റെ രോഗം മാറ്റാനായിട്ട് പ്രാർത്ഥിക്കുന്നത്. ഇനിയും ഭഗവാന്റെ ആ കാര്യങ്ങളൊക്കെ ചെയ്യാനും പ്രാർത്ഥിക്കാനും ഇതുപോലുള്ള സ്തോത്രങ്ങളൊക്കെ എഴുതാനും ഒക്കെയുള്ള കഴിവുണ്ടാവാൻ എൻ്റെ ഈ രോഗങ്ങളൊക്കെ ഒന്ന് നിരുന്തി എന്ന് പറയാണ്, ഒന്ന് തടഞ്ഞു തരണമേ. ജാനന്നുപായമതദേഹമജോ വിഭജ്യ സ്ത്രീപുംസഭാവമഭജത് മനുതദ്വതൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർത്തയൻ സ്ത്വം ഗോവിന്ദ മാരുതപുരേശ വിരുന്ധിരോഗാൻ. എൻ്റെ രോഗങ്ങളെയൊക്കെ ഒന്ന് മാറ്റിത്തരണേ ഭഗവാനേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ശ്ലോകം നമുക്കൊന്നെല്ലാം ഒന്ന് ചൊല്ലാം. അത്ര പ്രയാസമുള്ള ദശകമല്ല, കുറച്ച് എളുപ്പമുള്ള ദശകമായിട്ടാണ് നമ്മൾ പെട്ടെന്ന് തീർന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് ചൊല്ലാത്. ദശകം 10, സൃഷ്ടിഭേദങ്ങൾ. വൈകുണ്ഠവർദ്ധിത ബലോദഭവൽ പ്രസാദാലംഭോജയോ നിരസൃജത് കില ജീവദേഹാൻ സ്ഥാസ്നൂനി ഭൂരുഹമയാണി തദാതിരശ്ചാം ജാതിർ മനുഷ്യനിവഹാനവി ദേവഭേദാൻ മിഥ്യാഗ്രഹസ്മി മതിരാഗവിഗോപഭീതിരജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സസൃഷ്ട്വ
ഉദ്ദാമതാമസപദാർത്ഥവിധാനദൂന തേനേ ത്വദീയചരണസ്മരണം വിശുദ്ധ്യൈ താവത്സസർജമനസാസനകം സനന്തം ഭൂയഃ സനാതനമുനിം ച സനൽകുമാരം തേ സൃഷ്ടികർമ്മണിതു തേന നിയുജ്യമാന ത്വത്പാദഭക്തിരസിക ജഗൃഹൃന്നവാണിം താവൽപ്രകോപമുദിതം പ്രതിരുന്ധദോസ്യ ഭ്രൂമധ്യദോ ജനിമൃഢോ ഭവതേകദേശ നാമാനി മേ ഗുരുപദാനി ജഹാവിരിഞ്ചേത്തി ആദൗ രുരോദകില തേന സരുദ്രനാമ ഏകാദശഹ്വയതയാ ച വിഭിന്നരൂപം രുദ്രം വിദായ ദയിതാവനിതാശ്ച ദത്വാ താവന്ത്യദത്തജപദാനി ഭവത്പ്രണുന്ന പ്രാഹ പ്രജാവിരചനായ ച സാദരം തം രുദ്രാവിസൃഷ്ടഭയദാകൃതി രുദ്രസംഗഃ സംഭൂര്യമാണ ഭുവനത്രയഭീതചേത മാമാ പ്രജാസൃജ തപശ്ചരമംഗളായേത്യാജഷ്ടതം കമലഭൂ ഭവദീരിതാത്മാ തസ്യാദസർഗരസികസ്യ മരീചിരത്രി തത്രാംഗിരാകൃതുമുനി പുലഃ പുലസ്ത്യ അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ അംഘ്രിദാസ ധർമാദിയാനഭിസൃജന്നത കർദമം ച വാണിം വിധായ വിധിരംഗജസങ്കുലോഭൂത് ത്വദ്ബോധിതൈः സനകദക്ഷമുഖൈസ്തനൂജൈർ ഉദ്ബോധിതശ്ച വിരരാമതമോ വിമുഞ്ചൻ വേദാൻ പുരാണനിവഹാനപി സർവവിദ്യാകുറുവൻ നിജാനനഗണാശ്ചതുരാനനോऽസൗ പുത്രേഷു തേഷു വിനിധായ സസർഗവൃത്തിമപ്രാപ്നുവൻ തവ പദാംബുജം അശ്രിതോ ഭൂത് ജാനന്നുപായമതദേഹമജോ വിഭജ്യ സ്ത്രീപുംസഭാവമഭജന്മനുതദ്വധൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർത്തയൻ സ്ത്വം ദേ ഗോവിന്ദ മാരുതപുരേശ നിരുന്ധിരോഗാൻ. ഇതാണ് 10ാം ദശകം. ഇനി നമുക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാം. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യ്, സംശയങ്ങളൊക്കെ ചോദിച്ചോളൂ. എല്ലാവരും അൺമ്യൂട്ട് ചെയ്തോ, കുഴപ്പമില്ല, ഇനി നമുക്ക് സമയമുണ്ട്. ഗുരുജി ഒന്നാമത്തെ ശ്ലോകം ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തരുമോ? ആ, വൈകുണ്ഠവർദ്ധിതബലോദഭവൽ പ്രസാദാദംഭോജയോ നിരസൃജത് കില ജീവദേഹാൻ. വൈകുണ്ഠ അല്ലയോ ഗുരുവായൂരപ്പ, വർദ്ധിതബലോധ, ഭഗവാന്റെ ആ ഒരു ശക്തി കൊണ്ട് ഇദ്ദേഹത്തിനും ബ്രഹ്മാവിനും ശക്തി വന്നു, തപസ്സൊക്കെ ചെയ്തല്ലോ. അതുകൊണ്ട് വർദ്ധിത ബലനായി പിന്നീട് ഭവൽ പ്രസാദാൽ, ഇവിടെ ഭവൽ പ്രസാദാൽ വർദ്ധിത ബലൻ എന്നെടുത്താൽ മതി. അങ്ങയുടെ പ്രസാദം കൊണ്ട് ആ വർദ്ധിത ബലനായി തീർന്ന അംഭോജയോനി. അംഭോജയോനി എന്ന് വെച്ചാൽ ബ്രഹ്മാവ്, അംഭോജത്തിൽ നിന്ന് ജനിച്ചവൻ. അംഭോജയോനിർ അസൃജത്, അസൃജതാണ് ക്രിയ, സൃഷ്ടിച്ചു. എന്തതിനെ? ജീവദേഹാൻ, ജീവദേഹങ്ങളെ, ജീവനുള്ള ശരീരങ്ങളെ. അതിനും ജീവനുണ്ടല്ലോ, സസ്യങ്ങൾക്കും ജീവനുണ്ടെന്ന് ഇപ്പോഴാണ് നമ്മൾ തെളിയിച്ചെടുത്തത്. പക്ഷെ നേരത്തെ തന്നെ നമ്മുടെ ആചാര്യന്മാർ പറയുന്നുണ്ട്. ഇപ്പം അടുത്ത വരിയതല്ലേ, സ്ഥാസ്നൂനി ഭൂരുഹമയാണി, അതെല്ലാം ജീവദേഹങ്ങളാണേ. ഈ ഭൂമിയിൽ നിന്നുണ്ടാകുന്ന വൃക്ഷങ്ങളും ലതകളും എല്ലാം സ്ഥാസ്നൂനി ജീവദേഹങ്ങളായിട്ട് പറയുന്നില്ലേ അന്നേ, അല്ലേ? സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്നുള്ള വലിയ കണ്ടുപിടുത്തമായിട്ടാണ് പറയുന്നത് ജഗദീശ് ചന്ദ്രബോസിന്റെ. പക്ഷേ അതെല്ലാം നമ്മുടെ പൂർവികർക്ക് ഇതിനൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. അംഭോജയോ നിരസൃജത് കില ജീവദേഹാൻ താസ്നൂനി. താസ്നു എന്ന് പറഞ്ഞാൽ സ്ഥിരമായത്, താസ്നു അത് ഉള്ള, അതാ താസ്നൂനി പൂരുഹമയാണി. പൂരുഹം ഭൂമിയിൽ നിന്ന് ജനിച്ചു വരുന്നത്, വൃക്ഷങ്ങളാണല്ലോ ഭൂമിയിൽ നിന്ന് തന്നെ ജനിച്ചു വരുന്നത്. പൂരുഹമയാണി ആ രൂപങ്ങൾ. പിന്നെ തഥാ തിരശ്ചാം ജാതിർ, തിരിയക്കുകൾ. തിരിയക്ക് എന്താന്ന് പറഞ്ഞല്ലോ, ശരീരം ഭൂമിക്ക് സമാന്തരമായിട്ട് ഇരിക്കുന്നത്. തിരിയക്, ജാതിർ, പിന്നെ മനുഷ്യ നിവഹം, നിവഹം എന്ന് വെച്ചാൽ കൂട്ടം, മനുഷ്യക്കൂട്ടങ്ങളും. പിന്നെ ദേവഭേദാൻ, പലതരത്തിലുള്ള ദേവന്മാരുണ്ടല്ലോ, കിന്നരന്മാര്, അങ്ങനെയുള്ള ഗന്ധർവന്മാര്, അങ്ങനെയുള്ള ദേവന്മാരെല്ലാം ഭേദം പലതരത്തിൽ.
അതാണ് വൈകുണ്ഠവർദ്ധിത ബലോദഭവൽ പ്രസാദാൽ അംഭോജയോ നിരസൃജത് കില ജീവദേഹാൻ താസ്നൂനി ഭൂരുഹമയാണി തഥാ തിരശ്ചാം ജാതീർ മനുഷ്യനിവഹാനപി ദേവഭേദാൻ. ഇനി ഏതാ? സാറേ 10ാമത്തെ ഭാഗം ഒന്ന് വായിച്ചേ. അതാണോ? അതെ. ജാനന്നുപായം. അതായത് നേരത്തെ ബ്രഹ്മാവിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞില്ലേ? പുത്രേഷു തേഷു വിനിതായ സർഗവൃത്തിമപ്രാപ്നുവൻ. ഈ വേദങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് പോലും അത് മക്കൾക്ക് കൊടുത്തു. അവർക്ക് കൊടുത്തിട്ട് സർഗവൃത്തിം അപ്രാപ്നുവൻ. സർഗവൃത്തി എന്ന് വെച്ചാൽ സൃഷ്ടിക്കുള്ള ആ ഒരു അഭിവൃദ്ധി, വളർച്ച, സൃഷ്ടി വളർച്ച അപ്രാപ്നുവൻ, പ്രാപിക്കാൻ കഴിയാഞ്ഞവനായി. ബ്രഹ്മാവിന് സൃഷ്ടി പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവനായിട്ട് തവ പദാംബുജം ആശ്രിതോവു, ഭഗവാന്റെ ആ പാദാംബുജത്തെ ആശ്രയിച്ചു എന്ന് പറയുകയാണ്. അപ്പോഴാണ് ജാനന്നുപായം, ആ ഉള്ളിൽ നിന്ന് ഒരു മാർഗം കിട്ടി, ഉപായം ജാനൻ അറിഞ്ഞു ബ്രഹ്മാവ്. എന്നിട്ട് അധ ദേഹമജോ വിഭജ്യ, തന്റെ ശരീരം തന്നെ രണ്ടാക്കി. ഒറ്റയ്ക്കായിരുന്നു ഇതുവരെ സൃഷ്ടി നടത്തിക്കൊണ്ടിരുന്നത്, പക്ഷെ ഇനി അത് 2 ശരീരമാക്കി മാറ്റി. അതാണ് ദേഹം അജൻ, അജൻ എന്ന് വെച്ചാൽ ബ്രഹ്മാവ്. ദേഹം അജോ വിഭജ്യ സ്ത്രീ പുംസഭാവം, സ്ത്രീയും പുരുഷനും എന്നുള്ള ഭാവം 2ആയി മാറിയില്ലേ? ഇവിടെ അർദ്ധനാരീശ്വരൻ സങ്കല്പമൊക്കെ ഉണ്ടല്ലോ ശൈവ സിദ്ധാന്തം അനുസരിച്ച്. സ്ത്രീ പുംസഭാവം അഭജൻ, അഭജൻ എന്ന് വെച്ചാൽ ഭജിച്ചു, സ്വീകരിച്ചു എന്നാണ് അഭജൻ. മനു തദ്വദൂഭ്യം, മനുവായിട്ടും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടും അതുമായിട്ടും, അതാണ് തദ്വദൂഭ്യം. മനു തദ്വദൂഭ്യം. മനുവിന്റെ പേരാണ് സ്വയംഭോ മനു, ഭാര്യയുടെ പേരാണ് ശതരൂപ. അങ്ങനെ 2ആയിട്ട് നമ്മുടെ ആദി പിതാക്കളായിട്ട് അങ്ങ് മാറി. അതായത് സ്ത്രീയും പുരുഷനും ആയിട്ടുള്ള ആ ഒരു സൃഷ്ടി പ്രക്രിയ തുടങ്ങി എന്ന് പറയുകയാണ്. അതാണ് സ്ത്രീ പുംസഭാവമഭജൻ മനു തദ്വദൂഭ്യാം താഭ്യാം ച, അവരെ കൊണ്ട്, ഈ 2 പേരെ കൊണ്ട് മാനുഷകുലാനി വിവർത്തയൻ, ഈ മനുഷ്യകുലത്തെ, ഇപ്പോഴത്തെ ഈ പ്രക്രിയ അതാണല്ലോ, നമ്മുടെ ഇപ്പം സൃഷ്ടി പ്രക്രിയ, മനുഷ്യ സൃഷ്ടി നടക്കുന്ന അങ്ങനല്ലേ, സ്ത്രീ പുരുഷ ഭേദത്തിൽ. അങ്ങനെ മാനുഷകുലത്തെ വിവർത്തയൻ, ആ സമൂഹത്തെ വർദ്ധിപ്പിക്കുന്നവനായ ത്വം ഭഗവാൻ, ഭഗവാൻ തന്നെയാണെന്ന് ജീവിതത്തിൽ പറയാണ്. ഗോവിന്ദ മാരുതപുരേശ നിരുന്ധി രോഗ, അങ്ങനെയുള്ള ഗുരുവായൂരപ്പൻ എന്റെ രോഗമൊക്കെ ഒന്ന് മാറ്റിത്തരണേ. നീ ഏത് ശ്ലോകമാ? സർ, ഭ്രൂമധ്യത്തിൽ നിന്ന് മൃഡൻ പറഞ്ഞ, ബ്രഹ്മാവിന്റെ ഭ്രൂമധ്യത്തിൽ നിന്നേ ആ ശ്ലോകമോ? അത് ആദ്യത്തേതാ. ശ്ലോകം എന്നല്ല, മൃഡൻ എന്ന് പറയുന്നുണ്ടല്ലോ. അല്ല, 4ാമത്തെ ശ്ലോകമല്ലേ പറയുന്നത്? താവൽ പ്രകോപമുദിതം പ്രതിരുന്ധതോസ്യ ഭ്രൂമധ്യതോ അജനി, ഭ്രൂമധ്യതോ ജനി, അജനി, ഭ്രൂമധ്യത്തിൽ നിന്ന് ജനിച്ചു അജനി. പ്രകോപമുദി, ഉദിതം പ്രകോപം പ്രതിരുന്ധ ആയ, അതായത് ഉണ്ടായ കോപത്തെ തടയപ്പെടുത്തിയപ്പോൾ, പ്രതിരുന്ധത തടയുന്നവനായ അവന്റെ, ബ്രഹ്മാവിന്റെ, ഇതാണ് പ്രതിരുന്ധതോ അസ്യ, പ്രതിരുന്ധത അസ്യ ഭ്രൂമധ്യതോ, ബ്രഹ്മാവിന്റെ ഭ്രൂമധ്യത്തിൽ നിന്ന്. അതെ, അല്ല മൃഡൻ എന്തോ മൃഡൻ എന്നല്ലേ പറയണത്, മൃഡനെ ഉണ്ടാക്കി എന്നല്ലേ പറയണത്. ആ മൃഡൻ, മൃഡൻ തന്നെയാണ്, മൃഡൻ തന്നെയാണ് രുദ്രൻ എന്ന് പറയുന്നത്. അതെ, മൃഡൻ എന്ന് പറയുന്നത് രുദ്രൻ തന്നെ. അത്രേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ പാർവതിക്ക്, ശിവന്റെ ഭാര്യയായോണ്ടാണ് മൃഡാനി. മൃഡനും രുദ്രനും ഒക്കെ ഒരാൾ തന്നെ. പക്ഷെ ഇനി പുരാണങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പറയുമെന്നേ. നമ്മൾ ശൈവ പുരാണം എടുക്കുമ്പം വേറെ രീതിയിലൊക്കെ കുറച്ചൊക്കെ വരും. ഈ ശിവന്റെ ഉൽപ്പത്തി ഒന്നും ഇങ്ങനല്ലല്ലോ പറയുന്നത്. ഇവിടെ എല്ലാം വിഷ്ണുമയമായിട്ട് പറയുമ്പോൾ ആ രീതിയിലൊക്കെ മാറ്റി പറയും. നമ്മളതിന്റെ കഥാംശത്തിലോട്ട് പോവാതെ അതിന്റെ ആന്തരിക അർത്ഥത്തിൽ നിന്നോളണം. ലോജിക്കൊക്കെ ഇവിടെ പുരാണത്തിൽ പറഞ്ഞ എല്ലാം കുഴയും. അല്ല, മൃഡൻ പ്രത്യേക വല്ല അർത്ഥം ഉണ്ടോ ചോദിച്ചതാണ്. അല്ലല്ല, മൃഡൻ എന്ന് പറഞ്ഞാൽ പിന്നെ മയമുള്ള സ്വരൂപത്തോടെ എന്നുള്ള മൃഡൻ എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ്. മൃഡ സ്വരൂപം മൃദുവായ സ്വഭാവം എന്ന അർത്ഥം. പക്ഷെ പിന്നെ രുദ്രനായിട്ട് പറയല്ലേ. ഏതായാലും ബ്രഹ്മാവിനുള്ള ആ കാരുണ്യത്തിൽ നിന്നുണ്ടായവനായോണ്ടാണ് മൃഡൻ എന്നുള്ള അവിടെ പറഞ്ഞിരിക്കുന്നത്. ഭൂമധ്യതോജനി മൃഡോ ഭവദേകദേശ, ഭഗവാന്റെ തന്നെ അംശമാവുമ്പോ അതിന് മൃഡത്വം വരുമല്ലോ. ധന്യവാദ സർ. ഏതാണ് ഗുരുജി? 5ാമത്തേല് താപത്യം എന്താന്ന് പറയുന്നത് എന്തുവാ?
ഏതാ? അഞ്ചാമത്തെ ശ്ലോകത്തില് അഞ്ചാമത്തെ താപത്യദണ്ഡ. ഏകാദശാക്വയതയാച ആക്വയം എന്ന് വെച്ചാൽ പേര്, ഏകാദശം എന്ന് വെച്ചാൽ 11, ഏകവും ദശവും 11 പേരോടുകൂടി, വിഭിന്ന രൂപം പ്രത്യേക രൂപത്തോടുകൂടി, രുദ്രംവിധായ. നേരത്തെ ഈ മൃഡനെ അങ്ങ് രുദ്രനാക്കി മാറ്റിയെടുത്ത് ഒന്ന് തന്നെയാണ് രണ്ടും. ഏകാദശാക്വയതയാച വിഭിന്ന രൂപം രുദ്രംവിധായ. ആ രുദ്രനെ അങ്ങനെ ആക്കിയിട്ട് അദ്ദേഹത്തിന് ദയിതാ വനിതാശ്ച ദത്വ, ദയിത പ്രിയപ്പെട്ടവരായ ഭാര്യമാരെയും കൊടുത്തിട്ട് ദത്വ താപന്തി അതത്ത. താപന്തി അപ്പോൾ അതത്ത എന്ന് വെച്ചാൽ കൊടുത്തു എന്നാ. സംസ്കൃതത്തിൽ അതത്ത എന്ന് വെച്ചാൽ കൊടുത്തു. അതത്തജ പദാനി, പദവും ചോദിച്ചല്ലോ. മൃഡൻ ചോദിച്ചതെല്ലാം കൊടുത്ത്. ഇതാണ് മൃഡാ ഭവത് പ്രണുന്ന. അതും ഭഗവാന്റെ പ്രേരണ കൊണ്ടാ കൊടുത്തത്. കൊടുത്തോളൂ എന്ന് പറഞ്ഞ്. അതാണ് ഭവത് പ്രണുന്ന, ഭഗവാന്റെ പ്രേരണ അനുസരിച്ച് പ്രാഹ. എന്നിട്ട് എന്ത് പറഞ്ഞു? പ്രജാവിരചനായ, സൃഷ്ടി നടത്തിക്കൊള്ളൂ, പ്രജകളെ സൃഷ്ടിച്ചുകൊള്ളൂ എന്ന് രുദ്രനിടുകെ ബ്രഹ്മാവ് പറഞ്ഞു എന്ന് പറയുക. ഇനി ഏത് ശ്ലോകമാ? രണ്ടാമത്തെ ഒന്ന് പറയാം. ഏത് ശ്ലോകം ചോദിച്ചോ, കാരണം നമുക്ക് സമയമുണ്ട് കേട്ടോ. രണ്ടാമത്തത് മിഥ്യാഗ്രഹസ്മിമതിരാഗവിഗോപഭീതിരജ്ഞാനവൃത്തിമിതി പഞ്ചവിധാംസ സൃഷ്ടുവ. പഞ്ചവിധം, 5 തരത്തിലുള്ള സൃഷ്ടികളാണ്. അത് ഏതൊക്കെയാണെന്ന് പറയാണ്. മിഥ്യാഗ്രഹം. മിഥ്യാഗ്രഹം എന്ന് പറയുന്നത് പ്രപഞ്ചം യാഥാർത്ഥ്യമാണെന്ന തോന്നൽ നമുക്കെല്ലാം ബാധിച്ചിരിക്കുകയാണേ. അതാണ് അവിദ്യ. നമ്മൾ ഈ കാണുന്ന എല്ലാം സത്യം അല്ലേ, അന്ന് ധരിച്ച് നമ്മൾ ജീവിക്കുക. അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ ദുഃഖം വരുന്നത്. നമ്മുടെ ദുഃഖം മാറാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഇത് അസത്യമാണെന്ന് മനസ്സിലാക്കുക. ഈ കാണുന്നതെല്ലാം ഭ്രമം അല്ലേ. മരുവിൽ അമർന്ന മരീചി നീരുപോൽ നിൽപ്പൊരു പൊരുളാം. മരുവിൽ അമർന്ന മരീചി നീരുപോൽ. ഇതൊരു പ്രയോഗമാ. മരു എന്ന് വെച്ചാൽ മരുഭൂമി. മരുഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന നീരുണ്ടല്ലോ, കാനൽ ജലം, അത് സത്യമാണെന്ന് ധരിച്ച് ഒരു മാൻപേട പോയി വെള്ളം അന്വേഷിച്ച് പോയി 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 മരിക്കുന്നതല്ലേ മരീചിക. അതുപോലെയാണ് ഈ നമ്മൾ കാണുന്നു, പക്ഷെ അത് യഥാർത്ഥത്തിൽ സത്യമല്ല. അത് സത്യമാണെന്ന് അറിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ പറ്റി പോവോ അതിന്റെ പുറവേ? അതാണ് മിഥ്യാഗ്രഹം, മിഥ്യതാഗ്രഹണം. മിഥ്യയെ ഗ്രഹിച്ചുകൊണ്ടുള്ള ആ അജ്ഞാനം. മിഥ്യയാണ് നമ്മൾ ഗ്രഹിക്കുന്നത് മൊത്തം. പ്രപഞ്ച സത്യം, പ്രപഞ്ചം മിഥ്യയാണെന്നല്ലേ ആചാര്യസ്വാമികൾ പറയുന്നത്. ബ്രഹ്മസത്യം ജഗൻ മിഥ്യ. പക്ഷെ അത് മനസ്സിലാക്കാതെ ജീവിക്കുന്നതാണ് മിഥ്യാഗ്രഹം. മിഥ്യാഗ്രഹ അസ്മിമതി. അസ്മി എന്ന് വെച്ചാൽ അഹംബോധം. എല്ലാം ഞാനാണ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു ചിന്ത അല്ലേ. എല്ലാത്തിലും നമുക്കൊരു ഭോക്തൃഭാവം ഉണ്ട്. അതിനാണ് കർത്തൃഭോക്തൃഭാവം എന്ന് പറയുന്നത്. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് ഞാൻ ചെയ്യുന്നു, അതിന്റെ ഭോക്താവും ഞാൻ തന്നെ. അതിന് ഫലം വരാതെ വരുമ്പോൾ നമുക്ക് ദുഃഖം വരും. പിന്നെ കർത്താവ് എന്നുള്ള ചിന്ത കൊണ്ട് നമുക്ക് കർമ്മവാസനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതിന്റെ ഫലത്തിനനുസരിച്ച്. അതാണ് കർത്തൃഭോക്തൃഭാവം അല്ലേ. ഇതെല്ലാം പ്രകൃതിയാണ് നടത്തുന്നതെന്ന് ഉറച്ചു വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ഇതിലൊന്നും പ്രശ്നമില്ല. നമുക്കൊരു വിറ്റ്നസ് ആയിട്ട് ഈ നടക്കുന്നതെല്ലാം കണ്ടോണ്ടിരിക്കാം അല്ലേ. ഭഗവത്ഗീതയിലൊക്കെ അത് ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. പ്രകൃതേർ ക്രിയമാണാനി ഗുണൈർ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. അതാണ് ഇവിടെ അഹമ്മതി. അഹങ്കാര വിമൂഢാത്മാ കർത്താ അഹം ഇതി മന്യത്. ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത് അവൻ ധരിക്കും. ഇതെല്ലാം പ്രപഞ്ചത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിലുള്ള കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതാണ് പ്രകൃതൈർ ക്രിയമാണാനി ഗുണൈർ കർമാണി സർവശഃ. പ്രകൃതി ഗുണങ്ങൾക്കനുസരിച്ചാണ് ഈ നടക്കുന്ന എല്ലാ കർമ്മങ്ങളും. പക്ഷെ അഹങ്കാര വിമൂഢാത്മാ, ഈ അഹംബുദ്ധിയുള്ളവൻ കർത്താഹമിതി മന്യതേ, ഞാനാണ് കർത്താവെന്നവൻ ഉറയ്ക്കും. അപ്പോഴത്തേക്ക് ഈ കാണുന്ന എല്ലാം ദുഃഖമയമായിട്ട് മാറും. അതാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്? മിഥ്യാഗ്രഹ അസ്മിമതി അല്ലേ. ആ ശ്ലോകമല്ലേ പറഞ്ഞത്? ഏത് ശ്ലോകം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന? 5-ാമത്തെ അല്ലേ? മിഥ്യാഗ്രഹ അസ്മിമതി. പിന്നെ രാഗം. ഇതെല്ലാം അജ്ഞാനമാണ്. ഇതെല്ലാം നമുക്ക് അജ്ഞാന വൃത്തികളായിട്ടാണ് പറയുന്നത്. രാഗം നല്ലതല്ല. നമ്മളൊരു വസ്തുവിനോട് നമുക്ക് രാഗം ഉണ്ടായി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മൾ ദുഃഖത്തിലേക്കല്ലേ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് രാഗം. അതില്ലാത്ത വസ്തുക്കളിലാണ് നമുക്ക് ഈ കൊതി. ഉള്ള വസ്തു ഭഗവാനോടുള്ള രാഗമാണെങ്കിൽ കുഴപ്പമില്ല. അതാണ് ഗോപസ്ത്രീകൾക്കൊക്കെ ഉണ്ടായിരുന്നത്. അവർക്ക് രാഗം ഭഗവാനിലോട്ടായതുകൊണ്ട് അത് അവർക്ക് മോക്ഷദായകമായിട്ട് മാറി അല്ലേ. നമ്മുടെ രാഗം ഇവിടെ ഭൗതിക വസ്തുക്കളിലുള്ള കൊതി, അത് അജ്ഞാനം കൊണ്ടുണ്ടാകുന്നതാണ് കൊതി ഇല്ലേ. അതുകൊണ്ട് നമ്മൾ ഈ രാഗമില്ലാതെ ജീവിക്കണമെന്നല്ലേ ഗീത പറയുന്നത്. രാഗദ്വേഷ വിയുക്തൈസ്തു
വിഷയാൻ ഇന്ദ്രിയൈശ്ചരൻ. എന്താ? രാഗദ്വേഷ വിയുക്തൈസ്തു വിഷയാൻ ഇന്ദ്രിയൈശ്ചരൻ ആത്മബുദ്ധിർ വിധേയാത്മാ പ്രസാദമധിഗച്ഛതി എന്ന് ഗീത പറയും. അതായത് രാഗദ്വേഷങ്ങൾ ഇല്ലാതെ ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ ലോകത്തിൽ വിഷയങ്ങൾ അനുഭവിച്ചോളണം. ഇവിടെ രാഗം പറയുന്നുണ്ടോ? അത് കുഴപ്പമുണ്ടാക്കും. അത് ഇല്ലാതിരിക്കണം. പക്ഷെ അത് നമുക്കുണ്ട്. അത് അജ്ഞാനം. അതുകൊണ്ടാണ് മിഥ്യാഗ്രഹസ്മിമതി രാഗം, പിന്നെ വികോപം. അല്ലേ? നമുക്ക് ഇഷ്ടമല്ലാത്തത് സംഭവിക്കുമ്പോഴത്തേക്ക് കോപം വരും. കോപം നമ്മളെ വലിയ കുഴപ്പമില്ലേ? അതെല്ലാം ഭഗവത്ഗീതമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ശരിക്കും ഇത് ചർച്ച ചെയ്യേണ്ടതേ. അല്ലേ? ഗീതയിലൊക്കെ വ്യക്തമായിട്ട് ഭഗവാൻ പറയും, ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാ സ്മൃതി വിഭ്രമ, സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാൽ പ്രണശ്യതി എന്ന് പറയുന്നുണ്ടോ? ആ ഒരു വിഷയത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഏതെങ്കിലും ഒരു വിഷയത്തിലെ രാഗം, അതാണ് തുടക്കം. അല്ലേ? ധ്യായതേ വിഷയാൻ പുംസ സംഘസ്തേഷു ഉപജായതേ. എന്താ? ധ്യായതേ വിഷയാൻ പുംസ. ഒരു വിഷയത്തിൽ രാഗം ഉണ്ടാകുമ്പോൾ, അതിനെ ധ്യാനിക്കുമ്പോൾ എന്ത് ചെയ്യും? അതിനോട് നമുക്ക് സംഘം ഉണ്ടാകും. ആ വിഷയത്തിനെ പറ്റി നമുക്ക് അറിഞ്ഞുകൂടാങ്കിൽ നമുക്ക് സംഘം ഉണ്ടാവില്ലല്ലോ, ഒരു ഒട്ടിച്ചേരൽ ഉണ്ടാവത്തില്ല. അതാണ് ധ്യായതോ വിഷയാൻ സംഘാ സംജായതേ കാമ. ആ സംഘത്തിൽ നിന്ന് നമുക്കതിനെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം വരും, കാമം വരും. അത് നടന്നില്ലെങ്കിലോ കാമാ സംജായതേ ക്രോധം ഉണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെടാത്തത് നടക്കാതെ വരുമ്പോഴാണല്ലോ ക്രോധം വരുന്നത്. ക്രോധം വന്നു കഴിഞ്ഞാൽ പിന്നെ സർവനാശം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ക്രോധാത് പിന്നെ സമ്മോഹം വരും, സമ്മോഹം വന്നാൽ ബുദ്ധിനാശം വരും, ബുദ്ധിനാശാൽ പ്രണശ്യതി എന്ന് പറയും. അതുകൊണ്ടാണ് ഇവിടെ വികോപം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഭീതി, ഭയം പ്രശ്നമാണ്. നമ്മളെ രണ്ട് ഉണ്ടെന്നുള്ള തോന്നൽ കൊണ്ടാണ് ഈ ഭയം ഉണ്ടാകുന്നതേ. എല്ലാം വിഷ്ണുമയം അല്ലെങ്കിൽ ഈശാവാസ്യമിതം സർവം വാസുദേവ സർവമിതി എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഭയം എവിടെ? രണ്ടിൽ നിന്നാണ് ഭയം വരുന്നത്. നമ്മളിൽ നിന്ന് അന്യമായ ഒരു വസ്തു ഉണ്ടെന്ന് തോന്നുമ്പോഴാണ് നമുക്ക് ഭയം ഉണ്ടാകുന്നത്. അല്ലേ? ആ ഭയം മാറണം. അതും അജ്ഞാനവൃത്തിപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ്. അതാണ് മിഥ്യാഗ്രഹം, അസ്മിമതി, രാഗം, വികോപ, ഭീതി. ഇതെന്താണ്? അജ്ഞാനവൃത്തി. ഇത് ബ്രഹ്മാവ് തന്നെ ഉണ്ടാക്കിയതാ. ഇത് എവിടുന്ന് വന്നെന്ന് ചോദിച്ചാൽ ഇത് ബ്രഹ്മ സൃഷ്ടിയ. ഇപ്രകാരം പഞ്ചവിധാംസ സൃഷ്ടുവ, ഈ അഞ്ച് തരത്തിലുള്ള അജ്ഞാനവൃത്തികളെ സൃഷ്ടിച്ചിട്ട് ഉദ്ദാമതാമസപദാർത്ഥവിധാനദൂന, അതിൽ നിന്നുണ്ടായതെല്ലാം എന്താണ്? തമോ ഗുണമാണ്. ഈ പറഞ്ഞാൽ നെഗറ്റീവാ. തമോ ഗുണത്തിന്റെ പ്രത്യേകതകളാണ്. അതിൽ നിന്നുണ്ടായ ആ ഉദ്ദാമ താമസ പദാർത്ഥങ്ങളാണ്. അതിൽ ദൂനനായി, വിഷമിച്ചവനായി, ദുഃഖിതനായി ബ്രഹ്മാവ്. അതുകൊണ്ട് എന്ത് ചെയ്തു? തേനേ തൊതീയ ചരണസ്മരണം വിശുദ്ധ്യൈ, അങ്ങയുടെ ആ പാദസ്മരണം തന്നെ ചെയ്തു. തേനെ സ്മരണം, തേനെ. അതെന്തിനു വേണ്ടി? വിശുദ്ധിക്ക് വേണ്ടി. മനസ്സിലായില്ലേ? നീ ഏത് ശ്ലോക? സ്വാമി സാറേ, 9-ലും 10-ലും അപ്രാപ്നുവം എന്നാണ് ഈ പുസ്തകത്തിൽ അച്ചടി വന്നേക്കുന്നത്. പുത്രേഷു തേഷു വിനിതായ സർഗവൃത്തിം അപ്രാപ്നുവൻ നിർത്തോണം. സർഗവൃത്തിയെ അപ്രാപ്നുവൻ, പ്രാപിക്കാതിരുന്നിട്ട്. അപ്രാപ്നുവൻ ആണല്ലേ? ആണല്ലേ? അപ്രാപ്നുവം അല്ല. അപ്രാപ്നുവൻ അവിടെ ഇത് വരുന്നതാ. സായും കൂടെ കിടക്കില്ലേ? നമ്മളതിനെ പിരിക്കുമ്പോ അപ്രാപ്നുവൻ തവ, അപ്രാപ്നുവൻ തവ ചേർത്ത് വരുമ്പോൾ അപ്രാപ്നുവൻ സ്തവ എന്നങ്ങ് പറയും. അപ്രാപ്നുവൻ സ്തവ പദാംബുജമാശ്രിതോ ഭൂത്. വായിക്കുമ്പോ അങ്ങനെ വായിക്കണല്ലോ. അപ്പൊ പ്രാപ്നുവൻ തവ പദാംബുജം, അങ്ങയുടെ പദാംബുജം. അത് 10-ലെ വിവർദ്ധയം. എന്തോ? 10-ല് താഭ്യാം ച മാനുഷകുലാനി വിവർത്തയൻ. അതോടെ അവിടെ വന്നിരിക്കുന്നുണ്ടോ? വിവർത്തയം എന്നല്ല, വിവർത്തയൻ ത്വം, വർദ്ധിപ്പിക്കുന്നവനായ ത്വം അങ്ങ്. പക്ഷെ എഴുതുമ്പോൾ വിവർത്തയൻ സ്ത്വം. വൃത്തമെല്ലാം നോക്കണ്ടേ? അക്ഷരങ്ങളും എല്ലാം കൂടെ ചേർത്ത് പിന്നെ ചൊല്ലാനുള്ളത് വെച്ചോണ്ട് അങ്ങനെ എഴുതും. വിവർത്തയൻ സ്ത്വം ഗോവിന്ദമാരുപുരേശ നിരുന്ധിരോഗാൻ. ഒൻപതാമത്തെ പുത്രേഷു തേഷു വിനിധായ എന്നതിനകത്ത് കിടക്കുന്നേ. വിനിധായ തന്നെ. പുത്രേഷു തേഷു വിനിധായ എന്നുവെച്ചാൽ കൊടുത്തിട്ടു, നൽകിയിട്ട്, വിനിധായ ഏൽപ്പിച്ചിട്ട്. വിനിധായ പുത്രേഷു തേഷു വിനിധായ. തേഷു അവയെ, ഇതെല്ലാം മക്കളെ ഏൽപ്പിച്ചെന്ന്. പുത്രേഷു പുത്രന്മാരെ,
തേഷു വിനിധായ സസർഗവൃത്തി, അവിടെ സാന്ന് പറയുന്നത് ബ്രഹ്മാവ്, എന്നിട്ട് പോലും സർഗവൃത്തി അപ്രാപ്നുവൻ. ഇനി എന്താ ഉണ്ട്? ആറാമത്തെ ശ്ലോകം ആറോ? സ്വാമി, ആറാമത്തെ. രുദ്രാഭിസൃഷ്ടഭയതാകൃതി രുദ്രസംഗ സമ്പൂര്യമാണ ഭുവനത്രയം. സമ്പൂര്യമാണ ഭുവനത്രയം. 3 ലോകങ്ങൾ എന്ന് വെച്ചാൽ എല്ലാം ഉണ്ട്, 14 ലോകങ്ങളും വരും. സ്വർഗം, ഭൂമി, പാതാളം എന്നുള്ള ത്രിലോകം എന്ന് പറഞ്ഞാൽ എല്ലാ ലോകങ്ങളിലും ഈ സൃഷ്ടി അങ്ങ് നിറഞ്ഞെന്ന്. ബ്രഹ്മാവ് തന്നെയാണ് ഇവിടെ, ഭൂമി മാത്രമല്ലല്ലോ, എല്ലായിടത്തും സൃഷ്ടി നടക്കുന്ന പ്രക്രിയ ഇവിടെ പറയുന്നതേ. അതുകൊണ്ടാണ് രുദ്രാഭിസൃഷ്ട ഭയതാകൃതി രുദ്രസംഘം. രുദ്രസംഘത്തെയാണ് ഈ രുദ്രൻ ഉണ്ടാക്കിയതെന്ന്. അദ്ദേഹത്തിന്റെ സ്വഭാവം അതായിരുന്നല്ലോ, അല്ലാത്ത രൂപമാണെന്നുള്ള രീതി പറയുന്നില്ലേ. അതാണ് രുദ്രാഭിസൃഷ്ട. അഭിസൃഷ്ടം എന്ന് വെച്ചാൽ ഉണ്ടാക്കിയ, രുദ്രനാൽ ഉണ്ടാക്കപ്പെട്ട രുദ്രാകൃതി, ഭയതാകൃതി, ഭയം ജനിപ്പിക്കുന്ന ആകൃതിയോടുകൂടിയ ആ രുദ്രസംഘത്തെ കണ്ട് സമ്പൂര്യമാണ്, നിറഞ്ഞതായി ഭുവനത്രയം. ഭുവനത്രയം സമ്പൂര്യമാണ് എന്നുവെച്ചാൽ ലോകം മുഴുവൻ ഈ രുദ്രസംഘത്തെ കൊണ്ട് നിറഞ്ഞപ്പോൾ ഭീതചേതസ, ബ്രഹ്മാവിന് ഭയം ഉണ്ടായി. ഭീതചേതസ് മാമാ പ്രജാസൃജ, സൃഷ്ടി നിർത്തൂ എന്ന് പറഞ്ഞു. ഇതാണ് തപശ്ചര, തപസ് ചെയ്തോളൂ മംഗളത്തിന് വേണ്ടി, മംഗളായ. ബ്രഹ്മാവ് പറഞ്ഞതാണ്. ഇത്യാചഷ്ട, ഇതി ആചഷ്ട എന്ന് വെച്ചാൽ ആചഷ്ട എന്നാണ് അവിടെ വാക്കേ. ഇതുപോലെ ഞാൻ വിട്ടുപോയ വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം. ആചഷ്ടതം കമലഭൂ, തം എന്ന് വെച്ചാൽ ഈ രുദ്രനോട്, കമലഭൂ കമലത്തിൽ നിന്ന് ജനിച്ചവനായ ബ്രഹ്മാവ്, ഭവതീരിതാത്മാ ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായി, ഈരിതൻ പ്രേരിപ്പിക്കപ്പെട്ടവൻ, പറയപ്പെട്ടവൻ. എന്തോ വൃത്തം എന്താ? വൃത്ത വസന്ത തിലകം എന്ന് പറയും. വസന്തതിലകം. വസന്ത തിലകം ഇവിടെ ഒരുപാട് പ്രാവശ്യം വരും. വസന്ത തിലകം എന്ന് വെച്ചാൽ എന്റെ ലക്ഷണം ചൊല്ലാം വസന്ത തിലകം തപജം ജഗംഗ. ഗണങ്ങളൊക്കെ അറിയത്തില്ലേ? 3 അക്ഷരങ്ങളായിട്ട് നമ്മൾ തിരിച്ചു നോക്കണം. വെറുതെ ഇരിക്കുമ്പോൾ ഓരോ ശ്ലോകങ്ങളും എടുത്തൊന്ന് തിരിക്കണം. 3 അക്ഷരങ്ങളുള്ളതാണ് ഒരു ഗണം. അങ്ങനെ ഗണം നോക്കിയിട്ട് എണ്ണം എടുക്കുമ്പോൾ 14 അക്ഷരം വരും. അതാണ് തഗണം, തപജം, ജഗംഗ. തഗണം, ഭഗണം, ജഗണം, ജഗണം. എത്ര ഗണമായി? 4 ഗണം. 3 12. ചൊല്ലാം വസന്തതിലകം തപജം ജഗംഗ, ഗ ഗ 2 ഗുരുവും. എന്നിട്ട് നമ്മൾ 2 ഗുരു വരും. ഓരോ വരിയും പിരിച്ചു നോക്കിയാൽ അവസാനത്തെ 2 അക്ഷരം ഗുരുവാ. ലഘു ഗുരു എന്ന് പറഞ്ഞില്ലേ? ലഘു ഗുരു ഒക്കെ നമ്മൾ പണ്ട് പഠിച്ചതാ. ലഘു ഗുരു, ഹ്രസ്വാക്ഷരം ലഘുപദാം ഗുരുവാം ദീർഘമായത് എന്നൊക്കെ പറയുന്നില്ലേ? ദീർഘാക്ഷരമാണ് ഗുരു. പിന്നെ അതിന്റെ പുറത്തിൽ ഹ്രസ്വാക്ഷരം ഗുരുവായി മാറും. ചില്ല കൂട്ടക്ഷരം താനോ പിൻവന്നാൽ ഹ്രസ്വവും ഗുരു എന്നൊക്കെ ഉണ്ട്. അങ്ങനെ 14 അക്ഷരമുള്ള വൃത്തമായിട്ട് തൽക്കാലം മനസ്സിലാക്കുക. ചൊല്ലാം വസന്ത തിലകം തപജം ജഗംഗ, തഗണം, ഭഗണം, ജഗണം. സാറേ, 5-മത്തേതിലെ പദാനി പവത് പ്രണുന്ന പ്രാഹ, അതിന്റെ അർത്ഥം എന്തുവാ സാറേ? പ്രാഹ എന്ന് വെച്ചാൽ പറഞ്ഞു. താപന്ത്യ അതത്തജ പദാനി ഭവത് പ്രണുന്ന പ്രാഹ. പ്രാഹ എന്ന് വെച്ചാൽ ആഹ, പ്രാഹ, പ്രകർഷേണ ആഹ, പറഞ്ഞു എന്നാ. പ്രാഹ, ആഹ എന്നൊക്കെയുള്ള വാക്ക് പറയുന്നു എന്നുള്ളതിന് പറയത്തില്ലേ? ആഹ. അതുപോലെ പ്രാഹ, പ്രകർഷേണ. പ്രാഹ പ്രജാവിരചനായ, പ്രജകളെ സൃഷ്ടിച്ചോളൂ എന്ന് പറഞ്ഞു. സാദരം തം, തമെന്ന് വെച്ചാൽ അവനോട്. ആരോട്? രുദ്രനോട്. രുദ്രൻ എന്ന് പറഞ്ഞ ശിവനല്ലയോ? തന്നെ ശിവന്റെ രൂപങ്ങളാണെന്ന്. ഈ 11 രൂപങ്ങൾ ശിവന് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പ്രത്യേകിച്ച് പേരുകൾ ഞാനിപ്പോ ഓർക്കുന്നില്ല. പേരുകളുണ്ട്, ശിവന്റെ കുറച്ച് പേരുകൾ ഭാഗവതത്തിൽ പറയും. ഈ 11 രുദ്രന്മാരുടെയും പേരുകൾ ഏകാദശ രുദ്രന്മാരായിട്ട് പറയും. കണ്ഠകർണൻ ശിവന്റെ ഇതല്ലേ? കണ്ഠകർണൻ ശിവൻ, കണ്ഠകർണൻ കണ്ഠകർണൻ ശിവന്റെ രൂപമാണോ സാറ്? കണ്ഠാകർണൻ ഇതിൽ വരുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഈ 11 പേരുകളിൽ കണ്ഠാകർണൻ വരുന്നോന്ന് അറിയത്തില്ല. ഒരു പാർഷദനല്ലേ? ശിവൻ തന്നെയാണോ? ശിവന്റെ പാർഷദന്മാരായിട്ട് വരുന്നവരല്ലേ? മനു, മനു, അങ്ങനെ കുറച്ച് വരും. കറക്റ്റ്, ശരിയാ. ശിവൻ, ഋതുധ്വജൻ, ഉഗ്രവേദസ്, ഭവൻ, ശിവൻ എന്നൊക്കെ ഉണ്ട്. ശിവൻ രുദ്രനൊക്കെ അതിൽ വരും. 11 പേര് വരും. ധൃതവ്രതൻ ഒക്കെയാണ്. പല പേരുകളാ ഭാഗവതത്തിലൊക്കെ കാണും. മനുവിന്റെ ഭാര്യയുടെ പേര് സാറ് പറഞ്ഞിരുന്നു, പറയൂ. സ്വയംഭൂ മനുവിന്റെ ഭാര്യയുടെ പേര് ശതരൂപ എന്നാ. ശതരൂപ. കഴിഞ്ഞോ? എല്ലാം സംശയം തീർന്നോ?
എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ, നീ വായിച്ച് പഠിച്ചാ മതി. ആരെങ്കിലും ചൊല്ലറിയാവുന്നവരുണ്ടോ? ഇല്ല. ആരുടെയും ചൊല്ലുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചൊല്ലി നോക്കിക്കോ. സമയം ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയം തിരുതണം വെച്ച് നിർത്താം. ചൊല്ലട്ടെ സാറേ. നല്ലോണം ചൊല്ലറിയാവുന്നവരുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ കൂടെ കേൾക്കാമല്ലോ. ശരി സാർ, ചൊല്ലാം. എന്തോ? ചൊല്ലാം. ഒന്ന് ചൊല്ലിക്കോ, ഉറക്കെ ചൊല്ലിക്കോ. സൃഷ്ടിഭേദങ്ങൾ. വൈകുണ്ഠവർദ്ധിത ഫലോദവ പ്രസാദാത് അംഭോജയോനിരസുജത് കില ജീവദേഹാൻ സ്ഥാസ്നൂനി ഭൂരുഹമയാണി തഥാ തിരശ്ചാം ജാതിർമനുഷ്യ നിവഹാൻ അപി ദേവഭേദാൻ മിഥ്യാഗ്രഹാസ്മി മതിരാഗവികോപഭീതിർ അജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സൃഷ്ട്വാ ഉദ്ദാമതാമസ പദാർത്ഥ വിധാനദൂന തേനേ ത്വദീയ ചരണസ്മരണം വിശുദ്ധേ താവത്സർജ മനസാ സനകം സനന്ദം ഭൂയഃ സനാതനമുനിം ച സനത്കുമാരം തേ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാനാ ത്വത്പാദഭക്തിരസികാ ജഗൃഹുർനവാണിം താവത് പ്രകോപമുദിതം പ്രതിരുന്ധതോസ്യ ഭ്രൂമധ്യതോ ജനിമൃഢോ ഭവദേകദേശ നാമാനി മേ കുരുപദാനി ച ഹാവിരിഞ്ജേതി ആദൗ രുരോധ കില തേന സരുദ്രനാമ ഏകാദശ ഹയതയാ ച വിഭിന്ന രൂപം രുദ്രം വിധായ ദയിതാവനിതാശ്ച ദത്വാ താവന്യദത്ത ച പദാനി ഭവത് പ്രണുന്ന പ്രാഹ പ്രജാവിരചനായ ച സാദരം തം രുദ്രാഭിസൃഷ്ടഭയദാകൃതി രുദ്രസംഘഃ സംഭൂര്യമാണ ഭുവനത്രയഭീതചേതാ മാമാ പ്രജാസൃജ തപശ്ചരമംഗളായേതി ആചഷ്ടതം കമലഭൂർഭവദീരിതാത്മാ തസ്യാധ സർഗരസികസ്യ മരീചിരത്രിഃ തത്രാംഗിരാः ക്രതുമുനിഃ പുലഃ പുലസ്ത്യഃ അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസ ധർമാദികാൻ അഭിസൃജൻ അഥ കർദമം ച വാണിം വിധായ വിധിരംഗജസംകുലോഭൂത് ത്വദ്ബോധിതൈ സനകദക്ഷമുഖൈസ്തനൂജൈർ ഉദ്ബോധിതശ്ച വിരരാമ തമോ വിമുഞ്ജൻ വേദാൻ പുരാണ നിവഹാൻ അപി സർവവിദ്യാം കുർവൻ നിജാനനഗണാ ചതുരാനനോസൗ പുത്രേഷു തേഷു വിനിധായ സസർഗവൃദ്ധിം അപ്രാപ്നുവൻ സ്തവ പദാംബുജമാശ്രിതോഭൂത് ജാനൻ ഉപായമഥ ദേഹമജോ വിഭജ്യ സ്ത്രീപുംസഭാവം അഭജന്മനു തദ്വധൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർധയൻ സ്വം ഗോവിന്ദമാരുതപുരേശ നിരുന്ധിരോഗാൻ. മതി, നല്ലോണം ചൊല്ലിയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം. 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 നന്ദി. നമസ്കാരം. 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 നമസ്കാരം സാർ.